ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം വേർതിരിപ്പാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. കർത്താവിൽ അനുഗ്രഹീതനും ബഹുമാനനും ആദ്യനുമായിരിക്കുന്നതായ ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പോയാൽ ഒത്തിരി കാര്യം പറയേണ്ടി വരും. അതുകൊണ്ടൊന്നും തന്നെ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വേർപെട്ടതായിരിക്കുന്ന സഭകൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, വിശേഷാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന് വേണ്ടി വളരെ ഏറെ മാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ശക്തമായി പോരാടുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. ദൈവവശത്തിൽ നിന്നുകൊണ്ട് ആരുടെയും മുഖം നോക്കാതെ ഈ നാളുകളിൽ സുവിശേഷ പോർക്കളത്തിൽ വളരെ ശക്തിയോടെ ദൈവാത്മാ ഉപയോഗിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ അനിൽ കൊടിത്തോട്ടം സാർ തുടർന്ന് ദൈവവചനത്തെ ശുശ്രൂഷിക്കുവാൻ പോകുകയാണ്. നമുക്കെല്ലാവർക്കും കരങ്ങളെ അടിച്ച് കരങ്ങളെ തട്ടി സാറിനെ ദൈവനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സർവ കൃപാലുവാകുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിൽ സന്നിഹിതരായ ദൈവമക്കൾ, കർത്തൃദാസീദാസന്മാർ, ഈ പന്തലിനുള്ളിലും പുറത്തും ഓൺലൈനും ഒക്കെയായി ദൈവജനം കേൾക്കുന്ന ഇതര സഹോദരങ്ങൾ, എല്ലാവർക്കും വന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ വാഴൂർ സെൻ്ററിൻ്റെ 10ാമത് കൺവെൻഷനിൽ പങ്കുകൊണ്ട് ധന്യനായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ എളിയവനായ എനിക്കും സംജാതമായ നല്ല സന്ദർഭത്തെ ഓർത്തു ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. യോഗാധ്യക്ഷൻ ആദവനായ ഷേനായി പാസ്റ്റർ എൻ്റെ ഒരു ചിരകാല സ്നേഹിതനാണ്. അദ്ദേഹത്തോട് ചേർന്ന് 2 ഘട്ടങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ചത് സാന്ദർഭികമായിട്ട് ഓർക്കും. ഈ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം നൽകുന്ന ആദരണീയ കർത്തദാസൻ പാസ്റ്റർ സജി പി മാത്യു അവരുകളെ ഓർത്തുകൊണ്ടും ദൈവത്തിന് നന്ദി കരറ്റുകയാണ്. വാഴൂർ സെൻ്ററിൻ്റെ ഒരു പ്രാദേശിക സഭ എൻ്റെ നാടായ കൊടിത്തോട്ടത്തിലുണ്ട്. ആ സഭയുടെ ആരംഭം മുതൽ അതിൻ്റെ അഭ്യുദയകാംക്ഷിയായിരിക്കാൻ എനിക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടുന്നുള്ള മിക്ക സഹോദരങ്ങളും ഇന്നിവിടെ കാണാൻ കഴിയുന്നതിലും സന്തോഷം. അവിടെ ദീർഘവർഷങ്ങൾ കർത്തൃവേല ചെയ്ത പാസ്റ്റർ അനിൽ ഈ കൺവെൻഷൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തിന് നന്ദി കരറ്റുന്നു. കർത്താവിലെൻ്റെ ചിരകാല സ്നേഹിതനും സഹോദരനുമൊക്കെയായി ഇന്ത്യ പെന്തക്കോസ്ത് ദിവസഭയുടെ പ്രസ്ബിറ്ററി അംഗമായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സുനിൽ വേട്ടമല, തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ഒമേഗ സുനിൽ, പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുകയാണ്. ആദരനായ ചാക്കോ സാറിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന അനുഗ്രഹീതമായൊരു കൂട്ടായ്മ ഇവിടം കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ രൂപീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്തര വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ചുമൽ കൊടുക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ ഒരു ജനറൽ കൺവെൻഷനിൽ ഇതേ സ്ഥലത്ത് പങ്കെടുക്കാനും ദൈവവചനം പ്രസംഗിക്കുവാനും അദ്ദേഹം ക്ഷണിച്ചത് നന്ദി പുരസ്സരം ഓർക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരന്മാർ, അടുത്ത സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമായി ധാരാളം പേരുണ്ട്. പാസ്റ്റർ എം ജെ സാബു, പാസ്റ്റർ എം ബിജു, പാസ്റ്റർ ജിനീഷ്, അങ്ങനെ നിരവധി പേരെ ഇവിടെ കാണാൻ കഴിയുന്നു. അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ ജോൺസൺ കണ്ണൂർ ഇവിടെ ഉണ്ടെന്ന് കാണുന്നു. ദൈവദാസനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. പാട്ടുപാടുന്ന ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പല വേദികളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായി കർത്താവിന് മഹത്വം. ഇനി ഇതര മുഖവുകൾ കൂടാതെ വേഗത്തിൽ
വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. നമ്മുടെ വിശകലനത്തിനും ചിന്തയ്ക്കും ആസ്പദമാക്കി ഒരു തിരുവചന ഭാഗം വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാമത് വചനം ദയവായി ഒന്ന് വായിക്കുക. Gospel of John chapter 1 verse 38. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. റബി, നീ എവിടെ പാർക്കുന്നു എന്ന് അവർ ചോദിച്ചു. നമുക്കൊരു വേള പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധാനം തേടുന്നു, അങ്ങയുടെ വാസസ്ഥലം തേടുന്നു, അങ്ങയുടെ സ്വസ്ഥതയുടെ ഇടം തേടുന്നു, അങ്ങയുടെ പാദം നമിക്കുന്നു. ഇന്ന് വചന കേൾവിക്ക് വേണ്ടി കാതുകൂർപ്പിച്ചു ഹൃദയം ഏകാഗ്രപ്പെടുത്തിയും കാത്തിരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കളോടും സ്വർഗം ഇടപെടണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. വളരെ ലളിതമായ ഒരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കിടുന്നത്. ഗുരു എന്നൊരു പദം ഭാരതീയരായ നമുക്ക് സുപരിചിതമാണ്. അതിൻ്റെ അക്ഷരാർത്ഥം അന്ധത നീക്കുന്നയാൾ എന്നാണ്. ഗുരു അന്ധത, അജ്ഞത അവയെ ദൂരീകരിക്കുന്ന ആൾ. ഗ്രീക്കിൽ ഡിഡാസ്കലോസ് എന്നാണ് അധ്യാപകൻ ആ പേര്. എബ്രായ നാമമാണ് റബി. ഈ റബി എന്നുള്ളത് ചിലപ്പോൾ ഒരു സ്ഥാനമായും ബിരുദമായും ഇസ്രായേൽ മക്കൾക്കിടയിൽ ഉപയോഗിച്ചിരുന്നു. ന്യായപ്രമാണം വിശദീകരിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രിമാരെയും പണ്ഡിതന്മാരെയും റബി എന്ന് വിളിച്ചിരുന്നു. റബിമാർക്ക് ഉപരിവിദ്യാഭ്യാസം നൽകുന്ന ഉന്നതരായ പഠിതാക്കളെ വിളിക്കും റബ്ബാൻ. ഈ റബ്ബാൻ എന്ന പേരിൽ നിന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പുരോഹിത ശ്രേഷ്ഠന്മാരെ റംബാൻ എന്ന് വിളിക്കുക. ബൈബിളിൽ ഇടയ്ക്ക് മറ്റൊരു പ്രയോഗം കാണാം, റബ്ബൂനി. അതൊരു ബിരുദമോ അല്ലെങ്കിൽ ഒരു സ്ഥാനമോ അല്ല. അത് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും തീവ്രതയിൽ ഗുരുവിനെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ വിളിക്കുന്ന പേരാണ് റബ്ബൂനി. എൻ്റെ ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ചില ഗുരുക്കന്മാരെ പറ്റി വിശദീകരിക്കാനാണ് ഈ സമയം വേർതിരിക്കുന്നത്. ചരിത്രത്തിൽ നല്ല ഗുരുക്കന്മാരുണ്ട്. നമ്മളെ പഠിപ്പിച്ച ഒട്ടേറെ അധ്യാപകരുണ്ട്. ഇവിടെ ജാക്കോ സാറ് ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് ഈ ഗുരുവിൻ്റെ, അധ്യാപകരുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി അനുഭവങ്ങൾ ഈ മേഖലയിലുണ്ടാവും. ഈ ഗുരുക്കന്മാർ ആയി നമുക്ക് നിരവധി പേരുണ്ടെങ്കിലും നമ്മളെല്ലാവരെയും ഓർക്കില്ല. നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചവരും ഇടപെട്ടവരും ഏറ്റവും മോശമായിട്ട് ഇടപെട്ടവരുടെയും കാര്യമേ ഓർക്കത്തുള്ളൂ. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നോടെന്തോ ഇഷ്ടക്കേട് വന്നിട്ട് 2ാം നിലയുടെ മുകളിൽ നിന്ന് ദൂരേക്കൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു. ഞാനിങ്ങനെ നോക്കി. 2ാം നിലയിൽ ഉയർന്നൊരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറി. എന്നിട്ട് തനിക്കൊക്കെ പറ്റിയ സ്ഥലം അവിടെയാണ്. അതൊരു ബാർബർ ഷോപ്പാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞത് അന്വർത്ഥമായതുകൊണ്ടാകാൻ ഞാൻ മീശയൊന്നും ഇല്ലാതെ ഇത് പറഞ്ഞു തരികയും ഞാൻ പറഞ്ഞു അതിലും നല്ല സ്ഥലം ഇവിടെ ആണെന്ന് കേട്ടിട്ടുണ്ടോ. പിന്നെ അവിടെ നടന്ന പൂരൊന്നും പറയണ്ട. അപ്പോൾ ചിലരെ ഇങ്ങനെ ഓർത്തിരിക്കും.
അപ്പോഴൊക്കെ നമ്മൾ പത്രങ്ങളിൽ ചില വാർത്തകൾ വരുമ്പോൾ പഴയ അധ്യാപകരെയൊക്കെ പ്രശംസിക്കുകയും ഇന്നത്തെ അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ മോശമാണെന്ന് പറയുകയും ചെയ്യും. പണ്ടുകൊണ്ട് മോശം വിദ്യാർത്ഥികൾ, മോശം അധ്യാപകർ. നല്ല അധ്യാപകരും നല്ല വിദ്യാർത്ഥികളും അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. കാലം പൊതുവെ മെച്ചപ്പെട്ടു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. മൂല്യങ്ങൾ കൂടുകയായിരുന്നു മനുഷ്യന്, കുറയുകയല്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. പണ്ടായിരുന്നു എല്ലാം നല്ലത്. അത് ഒരു ഭൂതകാലത്തിൻ്റെ നഷ്ടപ്പെടൽ സംബന്ധിച്ച നമ്മുടെ ഒരാകാംക്ഷ എന്നതിൽ കവിഞ്ഞ് വലിയ അർത്ഥമൊന്നും അതിനില്ല. ഈ അടുത്ത കാലത്ത് കുമ്പനാട് കൺവെൻഷൻ്റെ ഒക്കെ പഴയ പാട്ടുകൾ എടുത്തിട്ടിട്ട് ഇതുപോലൊരു കാലം തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നും ഞങ്ങളൊക്കെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് അതിന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 80 വർഷം 40 വർഷം മുമ്പുള്ള ഗുഡ് ന്യൂസ് വായിച്ചാൽ അതിലും വിമർശനമുണ്ട്. അന്നത്തെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ആരംഭകാലത്ത് വേട്ടമല സാറും ഞാനും ഒക്കെ എഴുതുന്ന കാലം, അന്നൊക്കെ ക്രിസ്തീയ കാഹളം എന്ന പേര് പത്രമുണ്ട്. നേതൃത്വത്തൊക്കെ കണക്കറ്റ് വിമർശിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ പുതിയ നേതൃത്വം ഏതാണ്ട് നിലവാരം കുറഞ്ഞവരും പണ്ടുള്ളവർ ശ്രേഷ്ഠരും എന്നൊന്നും പറയാനാവില്ല. ഈ മനുഷ്യരെല്ലായിടത്തും ഏതാണ്ടൊക്കെ ഒരുപോലെ അവരുടെ ജീവിതം നയിച്ചു വന്നു. അതിനേറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയുള്ളൂ. ഞാൻ അങ്ങനെ കാണുന്നു. അതൊക്കെ പോട്ടെ, ഗുരുവിലേക്ക് വരാം. ഈ നല്ല ഗുരുക്കന്മാർ ഈ ഞാൻ ബൈബിളിൽ കണ്ട ചിലരിലേക്ക് വരാം. ഒരാൾ മോശയാണ്. വാത്സല്യ ശിഷ്യൻ്റെ പേര് യോശുവ എന്നാണ്. വേറെയും ശിഷ്യന്മാരുണ്ടാവാം, പക്ഷെ എനിക്ക് ശ്രദ്ധേയനായി തോന്നിയ യോശുവ. രണ്ടാമത്തെ ഒരു നല്ല ഗുരു നമ്മുടെ ഏലിയാവാണ്. ശിഷ്യൻ്റെ പേര് ഏലീശ. മൂന്നാമത്തെ ഒരു നല്ല ഗുരു സ്നാപക യോഹന്നാനാണ്. ശ്രേഷ്ഠനായ ശിഷ്യൻ്റെ പേര് അന്ത്രയോസ്. അടുത്ത ഒരു ഗുരുവിൻ്റെ പേര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വാത്സല്യം കൂടുതലുള്ള ശിഷ്യൻ്റെ പേര് ഞാൻ പൗലോസ് എന്ന് പറയും. നേരിട്ട് ശിഷ്യനല്ലായിരിക്കാം. ഈ 4 ചരിത്രങ്ങളിലൂടെ ഒന്ന് വരാൻ പരിമിതമായ സമയം എത്ര കണ്ട് ഫലപ്രദമാകും എന്നെനിക്കറിയില്ല. എന്നാലും ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷന് ഇതിൽ പരമൊന്നും സമയം കിട്ടാറില്ല. അത് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുക. ഇനി ഈ വിശദീകരണങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഗുരുക്കന്മാർ, കലാലയങ്ങൾ, അവരുടെ പഠനങ്ങൾ, അവരുടെ ഗവേഷണങ്ങൾ, അവരുടെ കൃതികൾ, ഇതൊക്കെ അടുത്തടുത്തായി പറയേണ്ട ചില കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ആരംഭത്തിൽ വേട്ടമല സാർ ഓർപ്പിച്ചൊരു കാര്യം അനുബന്ധമായി ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ, വിശേഷിച്ച് പൗരാണിക ഇന്ത്യ, ഒട്ടേറെ ഗുരുക്കന്മാരുടെ നാടാണ്. അറിയപ്പെടുന്ന കലാലയങ്ങൾ ഈ നാട്ടിലുണ്ടായി. നാമെല്ലാം അറിയുന്ന നളന്ദ, തക്ഷശില, ഓദന്തപുരി, വാരണാസി, ഇവിടെല്ലാം സർവ കലാശാലകൾ ഉണ്ടായി. ചിലപ്പോഴെങ്കിലും നമ്മുടെ പരസ്യയുഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസികളുടെയും സുവിശേഷകരുടെയും ബൈബിളിൻ്റെയും സ്വാധീനം കൊണ്ടാണ് ആധുനിക ഇന്ത്യ രൂപപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രം അറിയില്ല. ഇന്ത്യ ചരിത്രം ഒട്ടനവധിയായ ഇത്തരം സ്ഥാപനങ്ങളുള്ള ഒരു ഭൂതകാലം കൊണ്ട് സമ്പന്നമാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഒരു എളിയ സഹോദരനാണ്. ഈ കോവിഡ് കാലത്താണ് ആ സംഭവം നടന്നത്. ഈ ചരിത്രം എന്നെ സംബന്ധിച്ചോളം അത്ര താല്പര്യമുള്ളൊരു മേഖലയല്ല. ഭാഷയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ആ നിലയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ വെറുതെ ഒരു ചരിത്ര പഠനം നടത്തുമ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഓമന റസൽ, പേരാണ് വിളിക്കുന്നത്, എന്നോട് ചേട്ടാ നീ ഇത് ഒരുവിധം ചരിത്രം പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടൊന്ന് പഠിക്കും, ഞാൻ ബുക്കൊക്കെ എത്തിച്ചു തരാം. അങ്ങനെ റസലച്ചാൻ്റെ വൈഫ് ഡോക്ടർ ഓമന റസൽ കാലടി സർവകലാശാലയിലെ റീഡറായിരുന്നു.
ഏതാണ്ട് ഇന്ത്യ ചരിത്രത്തെ പറ്റി നൂതനങ്ങളായ പഠനങ്ങൾ, ഗവേഷണങ്ങൾ, അതൊക്കെ ആ വഴിക്കൊക്കെ സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ പരിമിത അറിവ് വെച്ച് ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ ഭൂതകാലത്ത് ഇത്തരം നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യക്ക് മനോഹരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടിയും എനിക്കില്ല. മാത്രമല്ല, ഇവിടെ ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി 35,000 ബുദ്ധഭിക്ഷുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ വിശാലമായിരുന്നു നാളന്ത. തക്ഷശില അത് കൂടുതൽ കലാകേന്ദ്രീകൃതമായിരുന്നു. ചുവർചിത്രങ്ങൾ, മറ്റു പല വിധത്തിൽ അർത്ഥവ്യാപ്തിയുള്ള അനവധി പഠനങ്ങൾ ഒക്കെ അവിടെ നടന്നിരുന്നു. ഇതൊക്കെ സത്യമാണ്. ഈ രാജ്യത്ത് ചില ഗുണങ്ങളുണ്ടായിരുന്നു. അത് ഗ്രീസിലും ഉണ്ടായിരുന്നു. ഗ്രീസിൽ ഇടിമുഴക്കത്തിന് ഒരു ദേവനുണ്ട്, സെയൂസ് എന്നാണ് പേര്. എന്തിനും മദ്യത്തിന് വരെ ദേവനുണ്ടായിരുന്നു. ബാബിലോണിൽ മദ്യത്തിന് ദേവനുണ്ടായിരുന്നു, മാർഡൂക്ക് എന്നാണ് പേര്, മാർഡൂക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക്, വിദ്യാഭ്യാസത്തിന് ഗ്രീസിൽ ഒരു ദേവതയുണ്ടായിരുന്നു. ആ ദേവതയുടെ പേരാണ് മിനർവ. നമ്മുടെ നാട്ടിലെ ട്യൂട്ടോറിയൽ കേട്ടിരിക്കുന്ന പേര്. ഇന്ത്യയിലും ഈ വിദ്യാഭ്യാസത്തിനൊരു ദേവതയുണ്ട്, യുദ്ധത്തിന് ദേവനുണ്ട്. ഇതൊക്കെ ഒരു സത്യമാണ്. ഇവരോടൊന്നും എനിക്ക് വിരോധമില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ഒരു ദേവതയുടെ പേരിൽ അറിയപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് ഇവരാരും എനിക്ക് അക്ഷരം പറഞ്ഞു തന്നില്ല. എന്നോടൊരു കരുണയും കാണിച്ചില്ല. എൻ്റെ അപ്പനോടൊരു കരുണയും കാണിച്ചില്ല. എൻ്റെ മുത്തശ്ശനെ പഠിക്കാൻ അനുവദിച്ചില്ല. ഇത്രയേറെ ദേവസങ്കല്പങ്ങളും പൗരാണികതയുള്ള രാജ്യത്ത് എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയത് ബെഞ്ചമിൻ ബേരി വന്ന ശേഷമാണ്, അർണോസ് പാതിരി വന്ന ശേഷമാണ്. നമുക്ക് മനസ്സിലായില്ല. അപ്പം ഇതൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടാതെ മറ്റാർക്കോ കിട്ടിയതിൽ ഞാനെന്തിനാ അഭിമാനിക്കുന്നത്? മനസ്സിലായില്ല. ഇവിടെ മനോഹരമായ ബിരിയാണി കഴിക്കാൻ നിങ്ങൾ, അതിന് ടേസ്റ്റ് ഉണ്ടെന്നും അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താണെന്നൊക്കെ ആര് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അതെനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാനത് നല്ലതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ത്യക്ക് പറ്റിയ പരാജയം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ഒരുപറ്റം ആളുകൾ മാത്രം അതിൻ്റെ ആധിപത്യം കയ്യിൽ വെച്ചിരുന്ന കാലത്ത് ശ്രേഷ്ഠന്മാരായ സുവിശേഷകന്മാർ ഇന്ത്യ മഹാരാജ്യത്തിൽ വന്ന് ആ പതിവിനും പാരമ്പര്യത്തിനും ആചാരത്തിനും എന്നേക്കുമായ വിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കും ബൈബിളിൻ്റെ പ്രചരണത്തിനും വേണ്ടി അത്യധ്വാനം ചെയ്തപ്പോൾ 125 ഭാഷകൾക്ക് നമ്മൾ വ്യാകരണ പുസ്തകങ്ങൾ സൃഷ്ടിച്ചു. 80 ഭാഷകളിൽ നമ്മൾ നിഘണ്ടുക്കൾ സൃഷ്ടിച്ചു. അങ്ങനെ അതിസാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഈ ബൈബിൾ വായിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സുവിശേഷകന്മാർ ആരംഭിച്ചു വെച്ച അറിവിൻ്റെ വിപ്ലവം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മാറ്റിമറിച്ച് അത് ആധുനിക ഇന്ത്യ രൂപപ്പെടുത്താൻ കാരണമായപ്പോൾ അറിവിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ട പുത്തനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ ഉപോൽപ്പന്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അല്ലല്ലയാ, നിങ്ങൾക്ക് വീണ്ടും ഈ കാര്യം പിടി കിട്ടുന്നില്ല. ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കാം. ഈ പരസ്യവും നടത്തുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. ഷേണായി പാസ്റ്ററൊക്കെ പരസ്യവും നടത്തുന്നവരാണല്ലോ. എനിക്കും പരസ്യവുമാണ് ഇഷ്ടം. അതാകുമ്പോൾ നമ്മുടെ സമയം പോലെ പ്രസംഗിക്കാം, അവൻ്റെ സമയം പോലെ കേൾക്കാം, അവന് വേണ്ടേ പോകാം, നമുക്ക് വേണേൽ എത്ര മണിക്കൂർ നിൽക്കാം. ഇതിപ്പോൾ ഇതൊന്നും ഇവിടെ നടക്കുകയില്ല. അവന് സൗകര്യം, നമുക്ക് സൗകര്യം, അതാണ് കാര്യം. പക്ഷെ പരസ്യം നടത്തുന്നവർ ചെയ്യുന്നൊരു കാര്യം പലപ്പോഴും അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണം. PYPയുടെ കുട്ടികൾ മണിപ്പൂർ സംഭവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ തിരുവല്ലയിൽ ഒരു യോഗ സംഘടിപ്പിച്ചു. നമ്മുടെ ജസ്റ്റിനൊക്കെയാണ്, ഞാനായിരുന്നു അതിലൊരു പ്രസംഗം. ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട PJ കുര്യൻ സാറാണ്. അവിടെ ഉദയഭാനു സാറൊക്കെ ഉണ്ട്, CPMൻ്റെ. അപ്പം അതിൽ ഇവരിൽ ഒരാൾ പറഞ്ഞു, ഇന്ത്യക്കൊരു മഹത്തായ പാരമ്പര്യമുണ്ട്, ലോകത്തിലെല്ലാവർക്കും സുഖം വരണമെന്നാണ് അതിൻ്റെ പ്രാർത്ഥന, ലോക സമസ്ത സുഖിനോ ഭവന്തു.
മിക്ക ആൾക്കാർക്കും അതിൻ്റെ പുറകിലുള്ള പ്രാർത്ഥന അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പുറകിൽ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖമെങ്കിൽ ലോകത്തിന് സുഖം. അങ്ങനെ സുഖിക്കണ്ട, എൻ്റെ ചെലവിൽ വേണ്ട. ഇത് സന്തോഷമില്ല. അതുകൊണ്ട് കുറഞ്ഞ വർഷം പരസ്യവും നടത്തുന്നവരെങ്കിലും ഇത്തരം പ്രസംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മളെ വിളിച്ചത് ബൈബിൾ പ്രസംഗിക്കാനാണ്. നമ്മുടെ ചെലവിൽ അങ്ങനെ ലോകസമസ്ത ഉണ്ടാകും. സന്തോഷമില്ല, മനസ്സിലാക്കില്ല. അതാണെന്നേ ചില ആളുകളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഭാഷയുടെ കനത്തിലും ബലത്തിലുമാണ്. അറബി, സംസ്കൃതം, സുറിയാനി ഇതിൻ്റെയൊക്കെ ബലത്തിലാണ് പല കാവഡ്യങ്ങൾ രാജ്യത്ത് നിലനിന്നത്. പറയുന്നവനും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവരും മനസ്സിലാവുന്നില്ല. ലോകസമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ തന്നെ ആമേൻ നമ്മൾ ദൂര്യ പതിവ്. മനസ്സിലാവുന്നോ? ഈ പതിവിന് മാറ്റം വന്നെങ്ങനെയാ? സുവിശേഷത്തിൻ്റെ വ്യാപ്തി അക്ഷരം പഠിപ്പിച്ച് വിലക്കപ്പെട്ട ഇടത്തേക്ക് ഊർന്നിറങ്ങിയെന്ന് കയറി ചെന്നപ്പോൾ ഒരു കാര്യം ചിലത് മനസ്സിലായി, ഇത് മഹത്തായ ആശയമാണ്. ചിലത് കണ്ടിട്ട് മനസ്സിലായി ഇതിലൊരു ഉള്ളടക്കവും ഇല്ല. അത് നമുക്ക് പറയാൻ സാധിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലാണ്. അതുകൊണ്ട് എന്നോടൊരാൾ ചോദിക്കുക, രാജ്യസ്നേഹം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഏത് ഇന്ത്യയാണെന്ന് ചോദിച്ചാൽ 1947 ശേഷമുള്ള ഇന്ത്യ. അതിനു മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ പൗരാവകാശങ്ങളില്ലാത്ത കേവലം പ്രജയാണ്. നാട് ഭരിക്കുന്ന നാട്ടുരാജാക്കന്മാരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ജീവിക്കേണ്ടി വന്ന പ്രജ. അതിൻ്റെ ഇടക്കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരൻ ആധിപത്യപ്പെടുത്തിയ കോളനിയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം. എനിക്ക് വിലയും നിലയും സ്വസ്ഥതയും ഒക്കെ ഉണ്ടായത് 47 ശേഷം ഞാൻ പൗരനായി. പൗരൻ. ഈ പൗരാവകാശം ലോകത്ത് നിങ്ങൾ സസൂക്ഷ്മം പഠിച്ചാൽ മനസ്സിലാകും. സുവിശേഷം എവിടെയൊക്കെ വ്യാപരിക്കപ്പെട്ടോ അവിടെയൊക്കെയാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പം ഞാൻ അതിലേക്ക് ഒന്നുകൂടെ വരാം. ഒരു തെറ്റിദ്ധാരണ കൂടി തിരുത്തി പോകണം. നമ്മൾ ഈ പരസ്യക്കാരോടാണ് വീണ്ടും പറയുന്നത്. ഷേണായി പാസ്റ്റർ ഈ പരസ്യത്തിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ പരസ്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കക്ഷികൾ ഒന്ന് തടഞ്ഞിട്ട് പറയും, നിങ്ങൾ വിദേശചാരന്മാരാണ്, വൈദേശികമാണ് ഈ സംസ്കാരം, കടൽ കടന്നു വന്നതാണിത്. ഇതൊക്കെ കേട്ട് നമ്മളവിടെ ഇങ്ങനെ നിൽക്കുക. ഇതെങ്ങനെ വന്നു എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ തലവേദന മാറി, പനി മാറി, നമുക്ക് കർത്താവ് രക്ഷ തന്നു, ഇത്രയും അറിഞ്ഞാൽ മതി, അത് മതി. ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കഥയും കൊണ്ട് വരുമ്പോൾ നമുക്കും തോന്നുന്നു, നേരാണോ, നമ്മൾ വൈദേശികമാണോ, സായിപ്പ് കൊണ്ടുവന്നാണോ എന്നൊക്കെ ചിന്ത വരും. ഞാൻ ഒരു ചരിത്രം കൂടെ പറഞ്ഞു. ആ മുഷിപ്പൻ കഥ വിട്ടേക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ 700-നടുത്ത് നാട്ടുരാജ്യങ്ങളായിരുന്നു. 700-നടുത്ത് തമ്മിലടിക്കുന്ന നാട്ടുരാജ്യങ്ങൾ, കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. തിരുവല്ല, ചങ്ങനാശ്ശേരി, എഴുമറ്റൂരൊക്കെ രാജ്യമായിരുന്നു. ഇന്ന് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞ പോലെ അന്നൊരു രാജ്യം. സത്യം പറഞ്ഞ അന്നത്തെ നാട്ടുരാജാക്കന്മാരെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് നമ്മുടെ സെൻട്രൽ പാസന്മാർ കഴിയുന്നത്. എന്തെല്ലാം അധികാരം അവർക്കുള്ളത്. അവിടെ അനങ്ങാതിരിക്കുന്നുണ്ടോ? ആരെ അറിയിക്കാതെ. കുറവിലങ്ങാട് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഒരു നാട്ടുരാജ്യത്തിലും വലുതാണ്, സംഭവം വലുതാണ്. പറഞ്ഞത് ഈ നാട്ടുരാജാക്കന്മാരുടെ കണക്കെടുത്താൽ അതിൽ 99% മനുഷ്യരെടുക്കാം. ആകപ്പാടെ പേര് കൊണ്ടെങ്കിലും ഒരു ക്രിസ്ത്യാനി ഭരിച്ചത് നമ്മുടെ കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടുള്ള അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്ത് മണിഗ്രാമം എന്ന ഒരു മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വില്ലാർവട്ടം തോമാ രാജാവ് എന്നൊരു രാജാവാണ്. ഒരു രാജാവിൻ്റെ പേരാ തോമ. ഒരു കൊച്ചു രാജ്യം ഭരിച്ച വില്ലാർവട്ടം കുടുംബം. അത് നമ്മുടെ സെൻറ്ററിൻ്റെ വലിപ്പമില്ല. ഇയാളെ വിട്ടാൽ 90% നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ ഹിന്ദു രാജാക്കന്മാരാണ്. ബാക്കി 10% അടുത്ത് മുഗളന്മാരുടെ പിൻഗാമികളായ ടിപ്പു സുൽത്താനെ പോലൊക്കെയുള്ള മുസ്ലിം രാജാക്കന്മാരാണ്. പേരിനെങ്കിലും ഒറ്റ ക്രിസ്ത്യാനിയെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ. ഇന്ത്യയല്ല, ഒരു കൊച്ചു നാട്ടുരാജ്യം. അപ്പോൾ
ഇവർ തമ്മിൽ അടിയാണ്, ഭയങ്കര അടി. ഈ അടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബംഗാളിൽ നിന്ന് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു. നാലച്ചു നോക്കണേ, ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, നമ്മുടെ ഗോദ്രേജ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനി മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തെ കോളനിയാക്കി അടക്കി ഭരിച്ചെന്ന് ഒരു കമ്പനി. കിറ്റക്സ് പോലൊരു കമ്പനി വന്ന് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ച് കോളനിയാക്കി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ നിസാര ശരി പറയാറുണ്ട്, ഗോതമ്പ് പൊടി കൊടുത്ത്, പാൽപ്പൊടി കൊടുത്ത്, വൈറ്റമിൻ ഗുളിക കൊടുത്ത് സായിപ്പ് മതം മാറ്റി. നിങ്ങൾ തന്നെ സ്വയം ഇങ്ങനെ അപകീർത്തി വഹിച്ചു വെക്കരുത്. മഹത്തായ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നും പറയും. സായിപ്പ് പാൽപ്പൊടി കൊടുത്ത് പാലാട് ഒലിച്ചു പോയി എന്ന് പറഞ്ഞാൽ നാണക്കേടാക്കാം. ഇവിടെ പാൽപ്പൊടി കാണുമ്പോൾ പോകുന്ന സാധനമാണ് ഇത് പോട്ടെ, വൈറ്റമിൻ ഗുളികയുടെ മുമ്പിൽ പോകുന്ന സാധനമാണ് ഇത് പോട്ടെ. അപ്പം ഇതൊക്കെ തെറ്റാണ്. ഈ രാജാക്കന്മാരിങ്ങനെ അടിച്ചു ഭരിക്കുമ്പോൾ ഒരു രാജാവിന് തോന്നും ഞാൻ തോറ്റുപോകും. അവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിളിക്കും, ഒന്ന് രക്ഷിക്കണേ, ഇവൻ എന്നെ അടിക്കാൻ വരിക. കമ്പനി വന്നിട്ട് പറയും ഞങ്ങൾ രക്ഷിക്കാം, സ്ഥിരമായിട്ട് രക്ഷിച്ചേക്കാം. അവിടെ ഞങ്ങളൊരു കണ്ടോണമെൻ്റൊക്കെ ഇവിടെ പണിയും, എന്നുവെച്ചാൽ സൈനിക കേന്ദ്രവും സംവിധാനമൊക്കെ പണിയും. ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് അടുത്ത രാജ്യത്തെ ഇവനെ അടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഈ രാജാവിനോട് പറയും, നാളെ ഇവൻ്റെ സഖ്യകക്ഷി വന്ന് നിന്നെ അടിക്കും, അപ്പോഴും നിനക്ക് എൻ്റെ സഹായം വേണമെങ്കിൽ ഒരു ചെറിയ കപ്പം, ഒരു നികുതി. അങ്ങനെ തിരുവിതാംകൂർ രാജാക്കന്മാർ 108 വിധ കരം പിരിച്ചു. നമ്മളോട് 108 വിധ കരം പിരിച്ച് നശിപ്പിച്ചു ഈ രാജ്യത്തെ. ആരാ ബ്രിട്ടീഷുകാരുടെ കൂടിയെന്നറിയാവോ? ഇവിടെ ഭരിച്ച നാട്ടുരാജാക്കന്മാരെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇന്ത്യയെ മൊത്തമായും ചില്ലറയായും തീരെഴുതി വിറ്റതാണ് ഈ നാട്ടുരാജാക്കന്മാർ. അല്ലാതെ ജനാധിപത്യം വരാൻ വേണ്ടി ഭരിച്ചു നല്ല ഒന്നുകൂടെ പറഞ്ഞു വിട്ടേക്കാം. ഇതിൻ്റെ ഇടയിൽ ഒരു രാജ്യം ദുർബലമാകുമ്പോൾ അടുത്ത രാജ്യത്തെ ആക്രമിക്കും. ബ്രിട്ടീഷുകാർ സഹായം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടിയൊന്നും മോശമല്ല കേട്ടോ, നല്ല ആയോധന കല പഠിച്ച ആമ്പിള്ളേരുടെ അടിയാണ്, എണ്ണം പറഞ്ഞുള്ള അടി. ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈനികരുടെ വേഷം കൂടെ പറയാം. ഒരു വലിയ തലപ്പാവ്, ഒരു കൊമ്പം മീശ, തലയിലൊരു വലിയ തലപ്പാവാണ്, സാരിയേക്കാൾ നീളമുള്ളൊരു തുണി തലയിൽ കെട്ടും, നഗ്നത മറയേണ്ട ഇടത്ത് ഒരു 4-5 വസ്ത്രം കഷ്ടിച്ച്. നമുക്ക് തലയിലായിരുന്നു നാണം. കൊമ്പം മീശ, ആയോധനകല തുടങ്ങുകയാണ്. സൂര്യനെ വണങ്ങി, ഭൂമിയെ വണങ്ങി, പിന്നെ അടിക്ക് തത്വമൊക്കെ ഉണ്ട്. കാലാളോട് സൈന്യത്തിൽ അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാൻ നിയമമുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്നവനോട് ആയുധച്ചുമട്ടുകാർ, വീണമിട്ടുന്നവർ, വാദ്യക്കാർ എന്നിങ്ങനെയുള്ളവരൊന്നും കൊല്ലാൻ പാടില്ല. വെള്ളം കൊണ്ടുവരുന്നവർ, പലതരം ആളുകൾ വേറെയുണ്ട്, അവരെയൊന്നും ഉപദ്രവിക്കരുത്. കുറ്റമറ്റ ധർമ്മയുദ്ധമാണ്. അപ്പോൾ ഈ തത്വം അനുസരിച്ച് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ രാഹുകാലം നോക്കണം, സമയം നോക്കണം, ഗുളികോദയം അത് നോക്കണം, ശനിദശയുണ്ടോ ഗ്രഹപ്പിഴയുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് വലതുകാൽ മുമ്പിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ആഞ്ഞു വീശി, ഇടതുകാൽ മുമ്പിൽ വെച്ച് വലത് കൈ കൊണ്ട് ആഞ്ഞു വീശി, ശത്രു എതിരെ വരുമ്പോഴേക്കും സിംഹത്തഞ്ചം പിടിച്ച് ഗജവടിവിൽ നിവർന്ന്, ഗജവടി എന്ന് പറഞ്ഞാൽ ആന നിവരുന്ന പോലെ നിവർന്ന്, സിംഹത്തഞ്ചം പിടിച്ച് വ്യാക്രം കുതിക്കുന്ന കണക്ക് കുതിച്ചങ്ങ് ചെല്ലണം. ഇതെല്ലാം കറക്റ്റായിരുന്നു. പക്ഷെ സാഹിബ് തോക്കെടുത്ത് കാച്ചു. ജീവിതത്തിൽ രാഹുകാലം എന്താണെന്നറിയാത്ത, കേതു എന്താണെന്നറിയാത്ത, ജ്യോതിഷം പഠിക്കാത്ത ബ്രിട്ടീഷുകാരൻ ഇത് വെച്ച് കാച്ചിക്കളഞ്ഞു. ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലിരുന്നു. അങ്ങനെ ഇന്ത്യയെ മൊത്തമായും ചില്ലറയായും തീരെഴുതിയവൻ്റെ കൊച്ചുവനാ. നമ്മൾ പരസ്യവും നിറത്തിട്ട് പറയാം, നിർത്താൻ നീ പോയിട്ട് ചേട്ടനോട് വരാൻ പറ, ഞങ്ങൾ പറഞ്ഞു തരാൻ കാര്യങ്ങൾ. അധികം കേൾക്കാൻ വേണ്ടി നിന്ന് തരല്ലേ, അത് പ്രയാസമാണ്. ആളുകൾ എന്നോട് ചോദിക്കാം, ഇപ്പം ഡിബേറ്റ് ഒന്നും ഇല്ലേ? ഞാൻ പറയാം, എൻ്റെ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് സമൂഹഗാനം പാടാൻ പറ്റുമോ? പറ്റില്ല. ഒറ്റയ്ക്കൊന്ന് ഒപ്പന കളിച്ച് നോക്കിയാൽ നടക്കൂല. എതിരാളിയില്ല. എന്താ കാര്യം? ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞേക്കാം, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തോട് നേരിടാൻ ചങ്കുറപ്പുള്ളവനെ ഉലകം കണ്ടിട്ടില്ല. അതാണ് കാര്യം.
ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഈ പുസ്തകം മനുഷ്യരാശിയുടെ സമഗ്ര വിമോചനത്തിൻ്റെ എല്ലാത്തരം മണ്ഡലങ്ങളെയും സമഗ്രമായി സ്വാധീനിച്ച പുസ്തകമാണ്. 2000 ആണ്ടായി ഇതിൻ്റെ ഉള്ളടക്കത്തോട് കലഹിച്ചുകൊണ്ടുവന്ന ശക്തികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവിടെ ഞങ്ങൾ ഒരു പരമഗുരുവിനെ കണ്ടു. ആ ഗുരുവിൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആയുധം കൊണ്ട് ഏറ്റുമുട്ടി ചോരച്ചാലികൾ ഉണ്ടാക്കി മനുഷ്യ മാംസം തെരുവീതിയിൽ തൂക്കിവിറ്റും അവഹേളിച്ചും അപഹസിച്ചും ലോകത്തിന്റെ ഏതെങ്കിലും തരത്തിലെ യുദ്ധതന്ത്രങ്ങളോ വിനിമയങ്ങളോ അല്ല. സുവിശേഷത്തിന്റെ പ്രചരണത്തിന്റെ ഭാഷ അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. കയ്യിൽ കരവാൾ എന്തിക്കൊണ്ട് കഴുത്തറക്കാൻ ഓടി വരുന്നവനെയും നെഞ്ചോട് ചേർത്ത് ലാളിച്ച് സ്വീകരിക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവിന്റെ മാർഗമാണ്. ഈ പരമഗുരുവിനെ കേൾക്കുന്നവരുടെ നടുവിൽ കർത്താവും രക്ഷിതാവുമായി ഉയർത്തി കാണിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഞങ്ങൾ ഇങ്ങനെ വിശദീകരിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തു എന്ന നാമം. അവിടുത്തെ നാമം ശാശ്വതം. ഹല്ലേലൂയ. അപ്പോൾ വളരെ വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4 ഗുരുക്കന്മാരുടെയും വരാൻ അവസരം കിട്ടില്ല. മോശ ഒരു ഗുരുവായിരുന്നു. ഈ നമ്മൾ ജന്മസിദ്ധമായി ഈ പഠിപ്പിക്കൽ ഒരു കലയായി കിട്ടിയവരുമുണ്ട്, ഗതികേട് കൊണ്ട് അധ്യാപകരായവരുമുണ്ട്. അപ്പോൾ ഈ ചിലർ ക്ലാസ് എടുത്താൽ നമുക്ക് മഹാമുഷിപ്പാണ്. എൻ്റെ സജി ഇവിടെ ഉണ്ടല്ലേ, നമ്മുടെ ഒരു പഴയ സജിയുടെ പെങ്ങളായിട്ട് ഇവിടെ പഠിച്ച് സജി എൻ്റെ ഒത്തിരി ജൂനിയറാണ്. ഞങ്ങൾക്കൊരു ടീച്ചറുണ്ടായിരുന്നു, മലയാളമാണ് പഠിപ്പിക്കുന്നത്. മലയാളം ആ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ടീച്ചർ എങ്ങനെ ടീച്ചറായി എന്ന് പോലും എനിക്കറിയില്ല. ഈ സ്കൂളുകളിൽ ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാ ടീച്ചർമാരും ഒരുപോലെയല്ല. ഈ ടീച്ചർക്ക് ഞാൻ ഈ ശ്ലോകമൊക്കെ പഠിക്കാൻ താല്പര്യനായിരുന്നു. ഇതൊക്കെ അത്യാവശ്യം വായിച്ച് ഗ്രഹിച്ചു വച്ചിട്ടുണ്ട്. സത്യത്തിൽ ടീച്ചർക്ക് ഇതറിയത്തില്ല. എങ്ങനെയോ ടീച്ചറായി. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഈ ശ്ലോകമൊക്കെ പാടിയിട്ട് ഈ അർത്ഥം കിട്ടാതെ വിഷമിക്കുന്ന ഒരു രംഗം. അതിന് ഞാൻ ഒരു ഉപമ പറയാം. സംസാരശേഷി ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് ചക്കര തിന്നിട്ട് ഇതിന് ടേസ്റ്റ് എന്ന് പറയണമെന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. മനസ്സിലായി നിങ്ങൾക്ക്? സംഭാഷണ ചാതുര്യമില്ല, ചക്കര തിന്നുകയും ചെയ്തു. ഇത് കൊള്ളാമെന്ന് പറയാൻ വേണ്ടി കിടന്ന് ഇങ്ങനെ വിഷമിക്കുക, ഭാഷ വരുന്നില്ല. ഇതേ അവസ്ഥയിലാണ് ശ്ലോകം പാടിയിട്ട് വിശദിക്കാൻ നിൽക്കുകയാണ്. ശ്ലോകത്തിൽ പ്രീതിപ്രദേശ് പറഞ്ഞ രാജേ സ്ഫീതപ്രകാശേ നിഷദൌഷധീശേ നിതാന്തശാന്തേ തത ആവിരാസി ദ്വന്ദ്വാമയ വാഗ്മയ കൗമുദീയം പേർത്തു പേർത്തു ജനകീർത്തി മാന്യ നള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ ഓർത്തവൻ ഉടൽ കൂർത്ത മൂർത്തംഗജാസ്ത്രമേറ്റു നേർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായേൻ അതിചണ്ഡരിഭുഷണ്ഡകള കണ്ഡന പണ്ഡിത ഭുജദണ്ഡ കലദണ്ഡധര. ഉണ്ണായി വാര്യരുടേതാണ്. ഈ വാര്യരുമൊക്കെ ഇതിൻ്റെ മീതെ കയ്യാല വെച്ച് പോയിട്ടേ ഉള്ളൂ നമ്മുടെ പല മഹാകവികളും. ടീച്ചർ ഇതൊക്കെ ഒരു വിധത്തിൽ പാടിയിട്ട് ഞങ്ങളോട് പറയും, കണ്ടോ അർത്ഥം പോകുന്ന പോക്ക്, കണ്ടോ കണ്ടോ അർത്ഥം പോകുന്ന ഒരു പോക്ക്, അർത്ഥം അങ്ങ് പോവാ. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന മോശം ജന്മസിദ്ധമായിട്ട് അങ്ങനെ ടാലൻറ്റഡ് ആയൊരു അധ്യാപകനൊന്നുമല്ല. കാരണം വിക്കൊരു പ്രശ്നമാണ്. വിക്ക് ഉള്ള പല മഹാരഥന്മാരുണ്ടായിരുന്നു. അവരതിനൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ആദരനായ EMS കുറിച്ച് നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ. പലരെ പറ്റിയത് അങ്ങനെയുണ്ട്. നമ്മുടെ പാട്ടുകാരിൽ പാട്ട് സ്റ്റേജിലൊക്കെ പാടുന്ന സഹോദരന്മാരെയൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർക്ക് പണ്ട് വീക്കുണ്ടായിരുന്നു, കർത്താവ് തൊട്ടു സുഖപ്പെടുത്തി, നല്ല കാര്യം. ഒരു സഹോദരൻ പറഞ്ഞ് പാടുമ്പോൾ മാത്രം എനിക്ക് വിക്കില്ല പാസ്റ്റർ, ബാക്കി എല്ലാ സമയത്തും. അതൊക്കെ ഒരു ദൈവകൃപയാണ്. മോശം വിക്കനായിരുന്നു. ഈ വിക്കനായ മോശയുടെ വിക്ക് ദൈവം മാറ്റിയില്ല അവസാനം വരെ. ആ വിക്ക് ജീവിതത്തിലുണ്ടായിരുന്നു. ഈ മനുഷ്യനൊരു നല്ല ഗുരുവായിരുന്നു. അദ്ദേഹം
തൻ്റെ കാലശേഷം പ്രളയം വരുമെന്നല്ല ചിന്തിച്ചു. തൻ്റെ ജീവകാലത്ത് ശിഷ്യന്മാരെ വളർത്തി. എന്നിട്ട് സമൂഹമധ്യ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ശേഷം ഇവനാണ് നിങ്ങളെ നയിക്കുന്നത്. എനിക്ക് ശേഷം എൻ്റെ മോനാണ് നയിക്കുന്നതെന്നല്ല. എൻ്റെ മോന് പ്രാപ്തിയുണ്ടല്ലോ, എനിക്ക് ശേഷം ഇവൻ നിങ്ങളെ നയിക്കും. ആരാ? യോശുവ. ജനം ഒരൊറ്റ ക്ലോസേ പറഞ്ഞുള്ളൂ, യഹോവ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരുന്നാൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. ഇപ്പം നമ്മുടെ എല്ലാം വില യഹോവ കൂടെ ഇരിക്കുന്നു എന്നതാണ്. ഏതൊരഭിഷിക്തൻ്റെയും വില ദൈവ സാന്നിധ്യമാണ്. അവനിൽ വസിക്കുന്നത്. നിങ്ങൾ എന്നെ കാണുമ്പോൾ, ഞാൻ നിങ്ങളെ കാണുമ്പോൾ കരം കുപ്പുന്നു, കരം തരുന്നു, സ്തോത്രം പറയുന്നു, ഹല്ലേലൂയ പറയുന്നു. എന്താണ് കാരണം? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അത് ബോധ്യപ്പെടുമ്പോഴാണ് കൈ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യോശുവയെ വളർത്തി. യോശുവ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു. നല്ല ശിഷ്യൻ ഗുരുവിൻ്റെ ശക്തിയും ദൗർബല്യവും കണ്ടുപിടിക്കും, ഗുരുവിൻ്റെ കുഴപ്പവും കണ്ടുപിടിക്കും, എന്ത് പരിമിതിയുണ്ടെന്ന് കണ്ടുപിടിക്കും. ഈ വഴിയാത്രയിൽ 600,000 ജനത്തെയും കൊണ്ട് മോശ വരികയാണ്. വന്നിട്ട് ചെങ്കടലിൻ്റെ അക്കരെ കടക്കാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ ഈ ചെങ്കടലല്ല നേരെ ക്രോസ് ചെയ്യുന്നത്. ചെങ്കടൽ അല്പം കയറി കിടപ്പുണ്ട്, ഒരു വാല് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ആ സ്ഥലം അതിന് പറയുന്നത് അക്വാബ ഉൾക്കടൽ എന്നാണ്. ചെങ്കടലിൽ 2 വാലുകളുണ്ട്. ഒന്ന് അക്വാബയും ഒന്ന് സൂയസും. ഇവർ കിടക്കുന്നത് അക്വാബയാണ്. ചെങ്കടൽ തന്നെ എൻ്റെ ഒരു ഭാഗം. നേരെ അക്കരെ സൗദി അറേബ്യയാണ്. അക്കരെ കിടക്കാൻ വരുമ്പോൾ 2 പടുകുറ്റൻ മലകൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ഈ മലയുടെ വിടവിലൂടെയാണ് 600,000 ജനത്തെ കൊണ്ട് മോശ വരുന്നത്. ഈ മലകൾക്കുള്ള പ്രത്യേകത, കൈ തൊട്ടാൽ അടർന്ന് താഴേക്ക് വീഴുന്ന കല്ലുകളാണ്. അതുകൊണ്ട് സർക്കാർ ആ സ്ഥലമൊക്കെ ഇപ്പോൾ ഫെൻസ് ചെയ്തിരിക്കുകയാണ്. ഒരു വലയിട്ട് കല്ലിടിഞ്ഞ് വീഴാത്ത ഒരു സംവിധാനം ചെയ്തിരിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോൾ കാണാം. ഇവിടെ വന്നു അക്കരെ കിടക്കണം. തലയ്ക്കുകയാ ചെങ്കടൽ, പിന്നാലെ വരികയാ ശത്രു. ആ സ്ഥലത്ത് വന്നപ്പോൾ മോശ കരഞ്ഞു. ഈ മോശ കരഞ്ഞു എന്നുള്ളത് നിസ്സാരമായി എടുക്കാൻ പാടില്ല. ഒരു പുരുഷൻ കരയുക അത്ര സുഖമുള്ള ഏർപ്പാടല്ല. എൻ്റെ കാരണം എന്താ? ഞാൻ എട്ടപ്പള്ളി സാറിനൊരു കാര്യം ചോദിച്ചു. അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള കാര്യം ശ്രദ്ധിക്കുന്നതല്ല. എന്നാൽ നമ്മുടെ മുൻ മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ്റെ അമ്മ മരിച്ചു. ആ അമ്മയുടെ അരികിൽ അദ്ദേഹം വന്നിട്ട്, MP ആണ്, ഈ വിതുമ്പുന്നൊരു രംഗമുണ്ട്. അതിങ്ങനെ TV കാണിച്ചു. വല്ലാത്തൊരവസ്ഥയാണ്. കാരണം പരസ്യമായിട്ട് കരയാൻ വയ്യ. അമ്മയുടെ മരണത്തിലും നെഞ്ചിൽ പുകയുന്ന വേദന പുറത്തറിയിക്കാനാവാതെ നിശബ്ദത പാലിക്കണം പുരുഷൻ. അയാൾക്ക് കരയാൻ അനുവാദമില്ല. കാരണം അയാൾ കരഞ്ഞാൽ കണ്ടു നിൽക്കുന്നവരും കരയും. എന്താ പ്രശ്നം? ഇത് നിയന്ത്രിക്കാനാവാതെ വരും. അങ്ങനെ ഒരു ലീഡർ കരയാൻ പാടില്ല. കരച്ചിനുള്ളിൽ ഒതുക്കിയേ പറ്റും. ഈ ശീലം മോശയിലുണ്ട്. പണ്ട് കുഞ്ഞായിരിക്കുമ്പോഴുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ കരയാൻ തുടങ്ങുമ്പോഴൊക്കെ കരച്ചിൽ ഒതുക്കിയത് മിറിയാമാണ്. കാരണം ഈ ശബ്ദം പുറത്ത് കേട്ടാൽ ചാരന്മാർ പിടിക്കും. നിയമവിരുദ്ധമായി ഒരു കുഞ്ഞിവിടെ വളരുന്നു. ആ നാട് മുഴുവൻ പ്രശ്നമാക്കും. അവനെ ബുദ്ധിമുട്ടിക്കാതെ കരച്ചിൽ ഒതുക്കി 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 അന്ന് പഠിച്ച ശീലം ഇന്ന് അവൻ തുടർന്നു. ചെങ്കടല തീരത്ത് വിതുമ്പുന്ന മോശ തമ്പുരാന്റെ സന്നിധിയിൽ കരയാതെ കണ്ണീർ പൊഴിക്കവേ, ആരും കാണാതെ മാറി നിന്ന് കരയവേ. ഈ അനുഭവമുള്ള ദൈവമക്കൾക്കൊരു കാര്യം അറിയാം. വിതുമ്പുന്ന മനസ്സുകൊണ്ടാണ് പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറിയതെങ്കിൽ ഒരു ഉത്തരം ലഭിക്കാത്ത ഒരു ഘട്ടവും ജീവിതത്തിലില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം.
ആ കണ്ണീരിൻ്റെ വല്ലാത്ത പ്രതിസന്ധിക്കകത്ത് പൊട്ടിക്കരയാൻ തുടങ്ങുന്ന മോശയോട് ദൈവം അവൻ്റെ കാതുകളിൽ മന്ത്രിച്ചിരിക്കാം, മോശ നീ എന്തിനു കരയാ? എത്രയെത്ര അനർത്ഥങ്ങളെ താണ്ടിയാ നീ ഇവിടെ വരെ വന്നത്? എത്രയെത്ര പ്രതിസന്ധികളിൽ ഞാൻ കരം തന്ന നീ ഇവിടെ വരെ വന്നത്? കരയൊന്നും വേണ്ട. ദൈവമേ, എൻ്റെ വാക്ക് കെട്ടുവന്ന ഈ ജനത പാതി വഴിയിൽ പട്ടുപോകാൻ ശ്രമിക്കവേ എൻ്റെ മുമ്പിൽ വഴികളില്ല. തൊട്ടപ്പുറത്തൊരു മലയാ, ഇടതുവശത്തും മലയാ. അവിടേക്ക് നുഴഞ്ഞു കടക്കുന്നതിനിടയിൽ കല്ലുകൾ ഇടിഞ്ഞ് താഴെ വീഴും. അതിനകത്ത് ആളുകൾ പട്ടുപോകും, ചിതറി പല വഴിക്കോടും, ചില ചെങ്കടൽ വീണ് മരിക്കും. പരിസരമാകെ മരണത്തിന്റെ വല്ലാത്ത കരച്ചിലും ശബ്ദവും കൊണ്ട് മുഖരിതമാകും. ഇവിടെ ഒരു കാര്യം ചെറുത്ത് പറയാതിരിക്കാൻ വയ്യ. 100-ലധികം വർഷമായി കുമ്പനാട് കൺവെൻഷൻ, അത്രയും വർഷമായി ചർച്ചക്കൂടിന്റെ മുളക്കുഴ കൺവെൻഷൻ, അത്രയും വർഷമായി നമ്മുടെ പുനലൂര കൺവെൻഷൻ. ഇങ്ങനെ ഒരു അത്യാഹിത ഇന്നുവരെ കേട്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി വെള്ളം വെച്ചു പടക്കം പൊട്ടിച്ചപ്പോൾ ചത്തും, അങ്ങോട്ട് ചാടി. ഇതൊന്നുമില്ല. 100 കൊല്ലത്തെ പെന്തക്കോസ്തിൻ്റെ കേരള ചരിത്രത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നൊരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസിന് പറയാമോ? അതാ നമ്മുടെ മഹത്വം. നമ്മുടെ ഈ കുറ്റം മാത്രം പറഞ്ഞാൽ പോരുന്നേ, നമ്മുടെ കുഴപ്പം മാത്രം പറഞ്ഞാൽ പോരാ, നാട്ടുകാർ അറിയട്ടെ ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ടെന്ന്. നമുക്ക് വോളണ്ടിയർമാരില്ലാതെ, ഭൗതികമായ പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെ ആ 100 കൊല്ലങ്ങൾ വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അണിയണിയായി പറന്നുകൊണ്ട് ഇത്തരം വേദികളെ ആഘോഷമാക്കി മാറ്റിയ ദൈവമക്കളുടെ തലമുറയാണ് നമ്മൾ. ചെങ്കടന തീരത്ത് കരയുമ്പോൾ ദൈവം മോശയുടെ കാതുകളിൽ മന്ത്രിച്ചു. എൻ്റെ ഒരു കണ്ടെത്തലാണ്. എന്താ പറഞ്ഞത്? ഈ കരയൊന്നും വേണ്ട. നിന്റെ പേരെന്താ? ബൈബിളില്ല കേട്ടോ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. നിന്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ പേര് മോശ. ആ പേരുള്ളവർ ക്ഷമിക്കണം. ഈ മോശ എന്നുള്ളത് ഒരു നല്ല പേരാണോ? ആണോ? അല്ലെന്നോ? കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല, അർത്ഥം വെച്ച് ഞാൻ പറഞ്ഞു. അർത്ഥം വെച്ചതൊരു നല്ല പേരല്ല. കാരണം ഒരാൾക്ക് ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ അങ്ങനെയാണ് പേരിടുന്നത്. തെങ്ങിൽ നിന്ന് വീണവൻ, ഷോക്കടിച്ചവൻ, തെന്നി വീണവൻ, ഇങ്ങനെയാണ് പേരിടുന്നത്. ഇത്ര ഒരു പേരാ മോശയുടെ. ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞവനൊരു പേര് മോശ. ഒന്ന് മനസ്സിലാക്കി പിരിയണം. വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു പേരുണ്ടായത്. പ്രതികൂലമാണ് ഒരു പേര് നമുക്ക് തന്നത്. പ്രതിസന്ധിക്കകത്തുനിന്ന് പ്രാപിച്ച പേരിനെ നശിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. കഷ്ടതയിൽ നിന്ന് പ്രാപിച്ചെടുത്ത അനുഗ്രഹത്തിൻ്റെ വഴി തടയാൻ, അതിനെ ഉന്മൂലനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു ശക്തിയുമില്ല. ദൈവമക്കൾ വിശ്വസിച്ചേ പോകാവൂ. ഈ പ്രായത്തിലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുമെന്ന് വാർദ്ധക്യം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും രോഗാതുരമായ ശരീരം കൊണ്ട് വിഷമിക്കുന്നവരും കഷ്ടതയുടെ ആഴങ്ങളിൽ പോകുന്നവരും പറയണം, ഞാൻ പ്രാപിച്ചതൊക്കെ ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, അവൻ എനിക്ക് തന്ന സൗജന്യമാണെങ്കിൽ, അത് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, അതിനെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ കെൽപ്പുള്ള ഒരു ശക്തിയുമില്ല. ഞാൻ അവനോട് ഹൃദയംഗമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കുമാവില്ല. ഇത് വാഗ്ദത്തമാണ്. അപ്പൊ നിന്റെ പേരെന്താ? മകനെ, നിന്റെ ഈ പേര് കേൾക്കുമ്പോഴൊക്കെ നീല നദി ഒന്ന് വിറയ്ക്കും. കാരണം ഈ നദിയിൽ വീണ മനുഷ്യരെയൊക്കെ നദി അതിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി മുതലകൾക്ക് ഭക്ഷണമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഓളങ്ങൾ നിന്നെ വലിച്ചെടുത്തുകൊണ്ട് നദിയുടെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിൽ കൊണ്ട് ശവശരീരമാക്കി തീർത്ത് കരക്കടിഞ്ഞെങ്കിൽ, മത്സ്യത്തിന് നീ ഇരയായിത്തീർന്നെങ്കിൽ, അതുകൊണ്ട് തള്ളുന്ന ചെങ്കടലിൽ നീ പോയി അസ്തമിച്ചെങ്കിൽ,
നിന്റെ വിലാസം നഷ്ടപ്പെടുത്തിയ ചരിത്രം മാത്രമാണ് ഈ നദിക്കുള്ളതെങ്കിൽ ഒരിക്കലായി 90 ദിവസം പ്രായമായ നിന്നെ ഈ നീലനദി വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ കരം നീട്ടി അതിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ ചൈതന്യമാ നിനക്കൊരു പേര് തരാൻ കാരണമായതെങ്കിൽ ആ പേര് നിന്റെ വിജയത്തിന്റെ ചിഹ്നമാ. ആ പേര് കേൾക്കുമ്പോഴൊക്കെ പ്രതിസന്ധിയുടെ ഈ നദി നിന്റെ മുമ്പിൽ തോറ്റോടിയ ഒരു ചരിത്രം കൊണ്ട് ആ നദി ഒരു കാര്യം തിരിച്ചറിയും, എനിക്ക് ജയിക്കാനാവില്ല. ഈ നൈലി ഈജിപ്തുകാരൊരു ദേവനും കൂടാ. ദേവനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം. നമ്മുടെ നാട്ടിലെല്ലാം നദികൾ ദേവതയാണ്, അവിടുത്തെ ദേവനാണ്. നൈലൊരു ദേവൻ. നമ്മുടെ നാട്ടിൽ ഒരു നദി മാത്രമേ ഉള്ളൂ ദേവനായിട്ടുള്ളത്, അത് ബ്രഹ്മപുത്രയാണ്. ബാക്കിയൊക്കെ സ്ത്രീകളുടെ പേരിലാണ്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഈ നദികളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ഒരു പദ്ധതി 10,000 കോടിയുടെ പ്രോജക്റ്റാണ് ഉള്ളത്. ഞാൻ അന്ന് പറഞ്ഞത് നടക്കുകയാണ്, എൻ്റെ വാക്കാരി വെക്കാൻ. പക്ഷെ നടന്നില്ല. നടക്കുകയില്ലെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ നദികളുടെ എല്ലാം പേര് സഹോദരിമാരുടെ പേര് അവർ യോജിച്ചു പോവുകയില്ല. മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞ പിന്നെ വേറെ പ്രവചനം എനിക്കൊണ്ടായിട്ടില്ല, ഇന്ന് വരെ നടന്നിട്ടുമില്ല. നൈലേ ഈജിപ്തുകാരൊരു പ്രധാന ദേവനാണ്. ആ ദേവൻ വിഴുങ്ങാനൊരുമ്പട്ടവനെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി പൊക്കിയെടുത്തപ്പോൾ ദേശാധിപതികൾ വെല്ലുവിളിച്ച് ഒതുക്കി വെക്കാൻ ശ്രമിച്ച ജീവിതങ്ങളെ കരം തൊട്ടുണർത്തി തിരിച്ചെടുത്ത് ശുശ്രൂഷയ്ക്കാക്കിയ മഹാദൈവത്തിൻ്റെ കാരുണ്യം ഇന്ന് രാത്രി ചൈതന്യമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഈ ചെങ്കടൽ കണ്ട നീ പേടിക്കരുത്. ആ 3 മാസം പ്രായമുള്ളപ്പോൾ നിനക്ക് കിട്ടിയ പരിശീലനത്തിൻ്റെ ശക്തി അത് കരുത്ത് കാട്ടി ചൊലിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായത്. കാരണം ഇന്ന് നിന്റെ പേര് ഞാൻ വലുതാക്കും. പണ്ട് നിന്നെ ഒറ്റക്കൊരാൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെങ്കിൽ നീ 600,000 ഇന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. 600,000 വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ജയോത്സവമായി അക്കരയെത്തിക്കുമ്പോൾ നിന്റെ പേരിന്റെ വ്യാപ്തി വർദ്ധിക്കും. അങ്ങനെ നിന്നെ ഉപയോഗിക്കും ഞാൻ. അവരക്കര കടന്നു. ഒത്തിരി ഉണ്ടെന്ന് പറയാം. അക്കര കടക്കുകയും ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരാലയം. അതിൻ്റെ പേരാണ് IPC. തോമസ് ഐസക് എങ്ങാണ്ട് വോട്ട് വെച്ച് വന്ന വഴിക്ക് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അസംബ്ലിയിലേക്ക് അയക്കണം. ഇത് കേട്ട നമ്മുടെ ഒരു അമ്മച്ചി എന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് IPCയിലേക്ക് പോരാൻ, അസംബ്ലിയിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ സഭാ സ്പിരിറ്റ്. പോട്ടെ, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരാലയം. ആരുടെ പറഞ്ഞെന്നറിയണ്ടേ? ചെങ്കടൽ കിടന്നവനോട്. എന്താ ചെങ്കടൽ കിടന്നതിൻ്റെ പ്രത്യേകത? പുതിയതും എഴുതിച്ചിരിക്കുക, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിനൊരു മുൻകുറി. രക്ഷാനുഭവം പ്രാപിച്ചവൻ സ്നാനമേറ്റോണം അവൻ ആലയത്തിൽ വരേണ്ടത്. ഈ കൺവെർഷൻ സ്നാനം ഏൽക്കാൻ അവസരം ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും പഠിക്കണ്ടെന്ന് മുങ്ങിക്കോണം. ഹല്ലേലൂയ. എനിക്കൊരു അനുഭവം ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയാഴ്ചയിലും പള്ളിയിലും മണിയടിച്ച കപ്പിയാർ രക്ഷിക്കപ്പെട്ടു. തലയാഴ്ചയിലും മണിയടിച്ചതാണ്. എനിക്കറിയാതെ വെച്ചുകൊണ്ടിരാൻ നടക്കുകയില്ല. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ സ്നാനം. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തായി രക്ഷിക്കപ്പെട്ടവരെ നോക്കുകയില്ല. ക്ലാസ് പഠിപ്പിച്ച് ഒരു കോലമാക്കും. മുങ്ങണ്ട രീതി വിധമെല്ലാം പറയും. ഞാൻ സാധാരണ ആളുകളെ ഇങ്ങനെ നേരെയാണ് നോക്കുന്നത്. എന്നോട് അച്ഛൻ ചോദിച്ചു, ഞാൻ എന്തിനാ അങ്ങനെ നോക്കുന്നു? ഞാൻ പറഞ്ഞത് എൻ്റെ ആരോഗ്യം ഞാൻ നോക്കണ്ടേ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഈ ശവം അടക്കുന്നത് ഏത് രാജ്യത്തെ ഇരുത്തുന്നത് എല്ലാം മലത്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു സമ്മതിച്ചു. അപ്പം ഈ വെള്ളം ശവക്കുഴി, മുക്കുന്ന ആൾ കാർമികൻ, മുങ്ങുന്ന ആൾ ശവം. അങ്ങനെ സമ്മതിച്ചു. ഇത് ഏത് രാജ്യത്തായി ശവക്കുഴിയിൽ ഇറങ്ങി നിന്നുള്ള നടക്കുക? എന്ന് വെറുതെ അഹങ്കാരം പറയാനല്ല പറഞ്ഞു.
എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ സിംബോളിക്കാണ്. ആള് മുങ്ങി കിട്ടിയാൽ മതി, മുങ്ങുക, അവൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകാൻ. ഞാനിതാ ക്രിസ്തുവിനോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന സാക്ഷ്യപ്രഖ്യാപനം ലോകത്തിന് കൊടുക്കുന്ന സ്നാനം. അവന് സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിച്ചോളണം, സ്നാനപ്പെട്ടവനാ സഭയുടെ അംഗം. കല്യാണം കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി വന്നാൽ മൂക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ചെങ്കടൽ കടന്നവന് ആണ് ആലയം. അവൻ ആ ദൈവ തേജസ്സൊക്കെ കണ്ടു. നീട്ടമില്ല ഈ പോക്കിൽ. നെബോയുടെ ഉയരങ്ങളിൽ വെച്ച് മോശ മരിച്ചു. നെബോയുടെ ഉയരങ്ങളിൽ കൊണ്ട് നിർത്തിയിട്ട് മോശെ, ദൈവം ഈ ഫലപുഷ്ടിയുള്ള ഇസ്രയേൽ ദേശം ഇങ്ങനെ കാണിച്ചു. അതൊരു ചന്ദ്രക്കലയുടെ ആകൃതിയാണ്. ഈ സ്ഥലമെല്ലാം കാണിച്ചു. എങ്ങനെയുണ്ട്? മോശ പറഞ്ഞു, കൊള്ളാം. നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ഭൂമിയായത്. എല്ലാം കേട്ടിട്ട് പറയാ, നീ കണ്ടല്ലോ, കണ്ടു, പക്ഷെ നീ അവിടെ പോവുകയില്ല. നമ്മളാണ് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുക അവിടെ കിടന്നു. നമ്മളെപ്പോലെ അനുസരിക്കാത്ത മനുഷ്യർ. ഞാൻ ദൈവത്തോട് തന്നെ പറയാറുണ്ട്, കർത്താവേ, നീ മോശയോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, യോനയോടാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ വിവരം അറിയാമായിരുന്നു. ചൂടായിരുന്നു, വിളി ശുഭിതനായ മോശ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. മോശ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് യോശുവ എന്നൊരു ശിഷ്യനെ ഉൽപ്പാദിപ്പിച്ചു. അവർ പെട്ടകമൊക്കെ ആയിട്ടങ്ങ് പോയി. സമയക്കുറവുണ്ട്, വേഗത്തിൽ വിടുക. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ആ യോർദാനിൽ സ്പർശിച്ചപ്പോൾ യോർദാൻ രണ്ടായി വഴിപിരിഞ്ഞു. അവരങ്ങ് പോയി. പക്ഷെ അതിനുമ്പ് ഒരു സംഭവം, ഈ മോശ എന്ന മനുഷ്യനെ അടക്കം ചെയ്ത സ്ഥലം എവിടെയെന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. എന്നാൽ ഇവിടുന്ന് പോകുന്ന ചങ്ങാതിമാർ ഏതോ കാർന്നവരുടെ ശവക്കോട്ട കാണിച്ചിട്ട് പറയുക, അവിടെ ആ മോശ അടക്കിയത്. വിശ്വസിക്കരുത്. ബൈബിളിൽ അന്ന് പറഞ്ഞ ഒരുത്തനും അറിയുന്നില്ല. ഈ മസ്കറ്റിലൊക്കെ ജോലിക്ക് പോയത് സലാലയിൽ ഏതോ വല്യപ്പൻ്റെ കല്ലറയുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് പറയും, ഇയ്യോബിൻ്റെ കല്ലറ ഞങ്ങൾ കണ്ടു. ബൈബിളിലെ ഇയ്യോബ് ആ പഞ്ചായത്ത് വഴി പോലും വന്നിട്ടില്ല. അംശമുള്ളൊരു മാപ്പ് എടുത്തിട്ട് ഏതോ ദേശമൊക്കെ നോക്കി എവിടെ അത് കണ്ടുപിടിക്കാം. ഇതൊക്കെ ഫ്രെയിം ചെയ്തെടുത്ത കഥകളാണെന്നേ, അതിൻ്റെ പുറകെയൊന്നും പോകല്ലേ. ഒക്കെ ഞങ്ങൾ കണ്ണനം പറഞ്ഞ് തീർത്ത സാധനം. പോട്ടെ. അപ്പോൾ ഈ അക്കരെ വെച്ച് മോശ മരിച്ചു. മോശയുടെ ശവകുടീരം എവിടെയെന്ന് ഇന്ന് വരെ ആരും അറിയുന്നില്ല. ഒരു കാര്യം അറിയാം, മോശ ഇവിടുന്ന് വന്നു, അപ്പനാര്, അമ്മയാര്, കുടുംബ പാരമ്പര്യമെന്ത്, സഹോദരനാര്, സഹോദരിയാര്, സകലതും അറിയാം. പക്ഷെ മരിച്ച മോശയ്ക്ക് അതിനുശേഷം എന്ത് പറ്റി? ശവോടക്ക് നമുക്ക് പിടിതരാത്തൊരു ദുരൂഹത. നേരെ തിരിച്ച് ഏലിയാവിൻ്റെ കാര്യം തിരിച്ചാ. എവിടുന്ന് വന്നു എന്നൊരു പിടിയിൽ ഇത്രമാത്രം അറിവ്. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ്. അപ്പനാര്, അമ്മയാര്, ഇതൊന്നും നമുക്കറിയില്ല. എങ്ങോട്ട് പോയി എന്ന് നല്ല ഉറപ്പ്. ഇവിടുന്ന് വന്നു എന്നറിയില്ല. മോശയുടെ കാര്യം ഇവിടുന്ന് വന്നു എന്നറിയാം. എന്തവസാനം സംഭവിച്ചു നല്ല പിടിയില്ല. മാത്രമല്ല, മോശയുടെ ശവമടക്കിൻ്റെ അന്ന് വല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ടായി. അനുശോചനമൊന്നുമല്ല, നമ്മുടെ ആൾക്ക് ഇന്നും അറിയാത്ത കാര്യമാണ്. ഈ 1 മിനിറ്റുമുള്ള ഒരു അനുശോചനം എന്തുവാണ്? ഇതൊന്നുമല്ല. വചനം പറയാ, ഈ ശരീരത്തിന് വേണ്ടി പിശാചുക്കൾ വാദിച്ചു. എന്തിന്? എൻ്റെ ഒരു കണ്ടെത്തല ഇനി പറയും. തെറ്റാണെങ്കിൽ ജാഗോ സാറിനൊക്കെ തിരുത്താം. ഏതനിൽ ആദിമ മനുഷ്യന്റെ തേജസ് പിശാച് നശിപ്പിച്ചു. തേജസ് പോയി. ഇനി അത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ കാത്തിരിക്കണം. ബാക്കി എന്നാ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. പിന്നെ അല്പസ്വല്പമൊക്കെ തേജസ് നമുക്ക് വീണ്ടും സൃഷ്ടിച്ചു തരുന്നത് ബ്യൂട്ടി പാർലറുകാരാണ്. ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ട് വന്ന
രസകരമായ ഒരു ട്രോള് കണ്ടു ഫേസ്ബുക്കിൽ. ഒരു ബ്യൂട്ടി പാർലർ എൻ്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ ആരും കണ്ട് ശല്യപ്പെടുത്തരുത് പുരുഷന്മാരോടാണ്, കാരണം ചിലപ്പോൾ അത് നിങ്ങളുടെ മുത്തശ്ശിയാകാം. ഈ പോകുന്ന ആളാരാ? ഇവിടെ വല്യമ്മച്ചിയായിരിക്കും ഈ പോകുന്നതെന്ന്. അവർ മാത്രമേ അവരുടെ നീതി പുലർത്തുന്നുള്ളൂ. ഇവർ ബാക്കി ആരും നമുക്ക് തേജസ് തരുന്നില്ല. മോശയുടെ ആദമിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്, ആ തേജസ്സിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ ദ്രവീകരണമുള്ള ശരീരത്തിൽ ഞരങ്ങി പാർക്കുക. പക്ഷെ ഒരു കാര്യം, ഇതൊക്കെ ആണെങ്കിലും മോശ എന്ന മനുഷ്യന്റെ ത്വക്ക് ചുളുങ്ങിയില്ല, കണ്ണിന്റെ കാഴ്ച നശിച്ചില്ല, ആ ത്വക്ക് പ്രകാശിച്ചു. മരിച്ചു കിടക്കുന്നവന്റെ ത്വക്ക് പ്രകാശിക്കുന്ന കണ്ടപ്പോൾ സാത്താന്യ ശക്തികൾക്ക് അത്ഭുതം. ഞങ്ങൾ അങ്ങ് തകർത്തിട്ടു, നിനക്കിതെങ്ങനെ കിട്ടി? The satanic power wanted to know the secret behind the glory of Moses. മോസസ്, താങ്കൾക്ക് എങ്ങനെ തേജസ് കിട്ടി? അതെങ്ങനെ നിലനിന്നു? ആ ജ്വലിക്കുന്ന ത്വക്ക് കണ്ടിട്ട് അതൊന്ന് ഗ്രഹിക്കണം, അതൊന്ന് പഠിക്കണം. ഈ ടെക്നോളജി ഒന്ന് പഠിക്കാൻ ഈ ബോഡി കിട്ടിയാൽ കൊള്ളാം. ഇതിനെ ഈ വാദിച്ച് അല്ല, മെഡിക്കൽ കോളേജ് കൊണ്ട് കൊടുക്കാനൊന്നുമല്ല, അതെൻ്റെ ഒരു ധാരണയാണ്. പക്ഷെ മിഖായേൽ രംഗത്തിറങ്ങി. മിഖായേൽ യുദ്ധത്തിൻ്റെ ദേവനാണ്. നമ്മൾ ഈ മിഖായേലിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ്. നിസാര കാര്യത്തിന് ആൾ പ്രാർത്ഥിക്കാറില്ലേ, ഗബ്രിയേൽ മീഖായേൽ പാളയം ഇറങ്ങണേ. എന്നാ കാര്യത്തിനാണ്? ഒരു കോഴിക്കോടും എക്സ്റേ പോലൊരു പശുവും ചാകാറായ ഒരാടും ഇതിനെ കാവൽ ചെയ്യാൻ ആരാ? ഗബ്രിയേൽ മീഖായേൽ. ഇതൊക്കെ അർത്ഥം ഉൾക്കൊള്ളാനുള്ള പ്രാർത്ഥനയാണ്. ഏതെങ്കിലും ദൂതം വരട്ടുന്നു. ഇപ്പൊ DGP ഇറക്കി പഞ്ചായത്ത് ഇലക്ഷൻ നടത്തി അങ്ങനെ ഇരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച്. അതിന് ലോക്കലുണ്ട് ആള്. തല തല്ലിപ്പൊളിക്കാൻ കഴിയുള്ളൂ, ലോക്കലുണ്ടെന്ന് തെളിയിച്ചിരിക്കുക അടുത്ത ദിവസം. പിന്നെ നമ്മൾ അത്രയും വലിയ ടീമിനെ പിടിക്കുന്ന കൂട്ടം. അപ്പോഴേ മിഖായേൽ വന്നപ്പോൾ ഇമാരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക. വാദിക്കുന്ന കക്ഷികളെ മിഖായേലിന് മനസ്സിലായി പഴയ സഹപ്രവർത്തകരാ. ഈ പ്രോട്ടോക്കോളൊക്കെ ഓർത്തു. പക്ഷെ വാൾ ഊരിക്കഴിഞ്ഞ പണിയങ്ങ് തുടങ്ങും. മിഖായേൽ പറഞ്ഞു, പോടാ, യഹോവ നിന്നെ ബലിച്ചിക്കട്ടെ. ഒറ്റ വാക്കി പറഞ്ഞാൽ മോശയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിടിതരാത്തൊരു ദുരൂഹത അതവിടെ മാറ്റി വെച്ചേക്കാം, അവിടെ കിടക്കട്ടെ. എങ്കിലും ഒരു സംശയം, ദാവീദിൻ കല്ലറ യെരൂശലേമിൽ കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ കണ്ടു, മക്പേലാ ഗുഹ ഇന്നുമുണ്ട്, ബെന്യാമിന്റെ അതിരിങ്കല സേൽസഹിൽ റാഹേലിന്റെ കല്ലറ, ഇതൊക്കെ നിലനിൽക്ക മോശ എന്ന മനുഷ്യനെ എവിടെ അടക്കം ചെയ്തു എന്ന് ആർക്കും അറിയില്ല. എന്തായിരിക്കും സംഭവിച്ചത്? ഈ ഡെഡ് ബോഡി അടക്കിയ ശവകുടീരം കാണിക്കാതെ ദൈവം ഇവരെ അങ്ങ് മാറ്റി. ഇനി അക്കരെ കിടന്ന് അവർ പോട്ടെ. 1000 ആണ്ടോളം കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതിൽ താഴെ മറ്റൊരു ഗുരു ശിഷ്യനും തിരികെ വരുന്നു. ഒരു ചരിത്രം ഇത്ര നേരം പറഞ്ഞില്ലേ, ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയാനുണ്ട്. വീക്ഷിക്കുന്നുണ്ടോ? വീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇതിങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആരെ കൊണ്ടും ഹല്ലേലൂയ പറയിപ്പിച്ചിട്ടില്ല, പറയിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. ആരെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ സ്വന്തം ചെലവിൽ, സ്വന്തം മനസ്സോടെ. കുന്തിമരം കിട്ടുന്ന പണി നമ്മൾ നിർത്തി. ഞാൻ പാട്ട് പാടാമെന്ന സൗകര്യങ്ങളോട് പറഞ്ഞു, പ്രസംഗിക്കാൻ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ട്, ആ കൂടെ ഒരു ചേട്ടൻ പ്രസംഗം നടത്തുന്നത്. ആ സമയം കൂടെ ഒരു പാട്ടങ്ങ് പാടിയാൽ മതി. നിങ്ങളുടെ പണി പാട്ടാണ്. ആറ് യോജിക്കുന്നുണ്ടോ ഈ പറഞ്ഞത്? നിങ്ങളുടെ പണി പാട്ട, ആ പണി ചെയ്യും. അതിന് പകരം വിടുതൽ കൊടുക്കാൻ പോകുന്നു, കൈയടിക്കണം, ചിരിക്കണം, കുമ്മി അടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല.
എന്തെല്ലാം ഗോഷ്ഠികൾ കാണണം. ഈയിടയ്ക്കൊരു അപ്പച്ചൻ പറയുന്നത് കേട്ടു, കൊട്ടൻ ചുക്കാതി തേച്ചോണ്ടേ കൺവെൻഷന് പോകുന്നുള്ളൂ, അവിടെ ചെന്ന് നല്ല വ്യായാമം കിട്ടും, വന്നിട്ട് വിളിക്കാം കൺവെൻഷനെ. എന്തെല്ലാം ഗോഷ്ഠികൾ, എന്തെല്ലാം പരിപാടികൾ. ഞങ്ങളൊക്കെ ഈ വെറുതെ കൈയടിക്കാതൊക്കെ ഇരിക്കുന്ന പിണങ്ങിയല്ല, എല്ലാ ദിവസവും ചെല്ലുന്നിടത്ത് ഇത് കേട്ട് 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 ഇടയ്ക്ക് ഈ സ്ഥിരം ഇടി കിട്ടുമായിരുന്നു. അല്ലാതെ ഇടി വിട്ടെന്ന് കേട്ട് കേട്ട് ഈ ഇടിയോടുള്ള ബഹുമാനം പോയി. ഞാനിപ്പം ഞെട്ടാറ് പോലുമില്ല. ഇടി വിട്ടുമ്പോൾ ആ ഇടിയല്ല, നമ്മൾ ശാന്തമാകുന്നു പറഞ്ഞവരെയാണ്. പാട്ടിനും ഒക്കെ അതിൻ്റെ ഒരു രീതിയുണ്ട്. ഓർത്തപ്പോൾ പറയാനൊരു കാര്യം പറയാം, എല്ലാ വോയിസുകാരോടും പറയാം. നിങ്ങളൊരു വലിയൊരു ജോലിയാണ് ചെയ്യുന്നത്. ഉപകരണം വായിക്കുന്നവർ, പാടുന്നവരും കൊട്ടുന്നവരും എല്ലാം വലിയൊരു ജോലിയാണ്. നിങ്ങളുടെ ആ ജോലിക്ക് നിങ്ങൾ കോൾ ഷീറ്റ് പറയുന്നത് തെറ്റുമല്ല. ഞാൻ ഇതൊക്കെ ചോദിച്ചാൽ വിളിക്കും, ഇവിടെ കോൾ ഷീറ്റ് എത്താം, എനിക്ക് പറ്റുമെങ്കിൽ വിളിക്കും. ഒരു പ്രസംഗകനോ ഒരു അധ്യാപകനോ ഒരു പാട്ടുകാരനോ നിങ്ങളുടെ താലന്തിനനുസരിച്ചുള്ള ഒരു കോൾ ഷീറ്റ് പറയുകയും ചെയ്യണം. അത് മേടിച്ചോണ്ടേ പോകാവൂ. പിന്നെ കരഞ്ഞോണ്ടുള്ള സാക്ഷി പറയുന്നത് ശുശ്രൂഷയൊന്നും അല്ല. യോജിപ്പില്ലല്ലേ? സന്തോഷമില്ല, എൻ്റെ സന്തോഷം പോയി. ഞാൻ പ്രസംഗൻ്റെ അടക്കം പറഞ്ഞേ, മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വന്ന കാരണം വരുന്നേ, ഞാൻ ഇങ്ങനെ വരും അങ്ങനെ വരും, ഇതൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ഇട്ടാൽ ഓർത്തണം അയാളെ തോടില്ല. എത്ര വേണം ഇതാ പിടിച്ചു. പിന്നെ കണ്ണീരോടെ ദൈവം എനിക്ക് പാട്ട് തന്നു, ദൈവം എനിക്ക് പ്രസംഗം തന്നു. ഇത് പറയുന്നത് കാരണം മിനിസ്ട്രി മറ്റൊന്നാണ്. ഇതാ നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ പറ്റിയിരിക്കുന്ന ഒരു പരാജയമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഞാൻ ഓടിച്ചൊരു ഗുരുവിലേക്ക് പോകാം. ഏലിയ, ശിഷ്യൻ്റെ പേര് ഏലീശ. ഗുരുവാകുന്ന ഏലിയാവ് എടുക്കപ്പെടാൻ തുടങ്ങിയ ഏലീശയുണ്ട്. അപ്പോൾ ഏലീശ പറഞ്ഞു, ഏലീശ വന്ന് ഗിൽഗാലിലും ഒക്കെയുള്ള ശിഷ്യന്മാരെ കണ്ടു. അവർ പറഞ്ഞു നമ്മുടെ ഗുരു ഇന്ന് എടുക്കപ്പെടും. കാര്യമൊക്കെ അറിയാമല്ലോ. അവർ നല്ല മനുഷ്യരായിരുന്നു. കാരണം ഗുരു എടുക്കപ്പെട്ടാൽ അടുത്ത കമ്മിറ്റി കൂടി നമുക്ക് അടുത്ത കാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞു. ഇതവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏലീശ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഇത് കേൾക്കാൻ ത്രാണിയില്ല ഏലീശയ്ക്ക്. ഗുരു വിട്ടുപിരിയുന്നു. ഒടുക്കം അങ്ങനെ കർമ്മേലിൽ നിന്ന് ആരംഭിച്ച യാത്ര ഗിൽഗാലിൽ വന്നു. ഗിൽഗാൽ ടു ബെഥേൽ വന്നു. ബെഥേൽ ടു എരിഹോ വന്നു. എരിഹോ ടു യോർദാൻ വന്നു. എന്തിനാ ജോഗ്രഫി പഠിക്കാൻ പറഞ്ഞെന്ന് അറിയണ്ടേ? യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കടന്നുപോയ വഴി നിങ്ങൾ പഠിക്കുക. നേരെ യോർദാൻ, യോർദാന്റെ കഴി എരിഹോ, എരിഹോ ടു ബെഥേൽ, ബെഥേൽ ടു ഗിൽഗാൽ, അങ്ങനെ പോവാ. വരുന്ന വഴി കണ്ടോ, തിരിച്ചൊരു വരവ്. ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ. പാസ് പറഞ്ഞല്ലോ, സെൻട്രൽ കൺവെൻഷനാ, അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് ഒരല്പം പോയത്. പണ്ടേ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ പോയ വഴിക്ക് ഒരു ഗുരു ശിഷ്യനും തിരിച്ചു വരിക. അക്കരെ വന്നപ്പോൾ നമ്മുടെ ഗുരു ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നിന്നെ വിട്ടുപിരിയും. അപ്പോഴൊക്കെ എലീശ പറയും, എന്നാണ് എൻ്റെ ജീവനാണ്, നിന്നാണ് എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അവസാനം ഗുരു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഒറ്റ ആൻസർ, എന്നെ പ്രിൻസിപ്പളാക്കണമെന്നോ ആ സാധനമെല്ലാം എൻ്റെ പേരിൽ എഴുതിത്തരണമെന്നോ അല്ല, നിന്റെ ആത്മശക്തിയുടെ ഇരട്ടി പങ്ക്. അതാ യഥാർത്ഥ കാഴ്ചപ്പാടുള്ള ശിഷ്യന്റെ ചോദ്യം. ആ സമ്പന്നമായ ജീവിത ഭൂതകാലത്തിലേക്കുള്ള അയാളുടെ കണ്ണുപോയത്, മറിച്ച് ഗുരു ചെയ്ത ശുശ്രൂഷയുടെ ഇരട്ടിപ്പങ്ക് ഗുരു തന്നേക്കാന്നല്ല പറഞ്ഞേ. ഇത് കഠിനം, പ്രയാസം. പക്ഷെ ഞാൻ എടുക്കപ്പെടുമ്പോൾ അരികിലുണ്ടെങ്കിൽ നിനക്കത് കിട്ടും. ഗുരു ഉണ്ണാതുറങ്ങാതെ ജാഗ്രതപ്പെട്ടതിനു വേണ്ടി ഞാൻ കൂടെ നടക്കും. ഇത്ര നാളും എഴുതി പഠിച്ച അക്ഷരങ്ങളെക്കാൾ നിന്നോട് ചേർന്ന് നടക്കുമ്പോൾ ആത്മശക്തിയുടെ ആ ചൂട്, ആ പ്രവാഹം എന്നിലേക്ക് ഒന്ന് അലയുമ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടുന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തിയുണ്ടെങ്കിലേ ഇനിയുള്ള കാലത്ത് വിജയിക്കാൻ കഴിയൂ. ഇസ്രായേൽ മരിച്ചിരിക്കാം, ആഹാബ് മരിച്ചിരിക്കാം, പക്ഷെ അവരെ പ്രചോദിപ്പിച്ച പിശാചുക്കളുടെ പട പുതിയ തന്ത്രങ്ങളോട്, പുതിയ ശക്തിയോടെ എന്തൊക്കെയോ പ്രവർത്തിക്കുമ്പോൾ ഇനി ഓടാൻ ആ കൃപ പോരാ, ആ ബലം പോരാ, ആ ചൈതന്യം പോരാ. ഇരട്ടി ബലമുള്ളവരെ കൊണ്ട് മാത്രം അവിടുത്തെ മഹാപ്രവൃത്തി ചെയ്യിക്കുന്ന
പ്രാപിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഇന്നലകളിൽ പ്രാപിച്ചത് പോരാ, ഇരട്ടി ബലം, ഇരട്ടി കൃപ അതെനിക്ക് തരാതെ എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ കഴിയയില്ല. ഇന്നലകളിൽ പ്രാപിച്ച അനുഭവങ്ങളുടെ വഴിത്താരയിലൂടെ, ആവർത്തന വിരസതയുടെ വഴിയിലൂടെയല്ല, ചില പുതുമകൾ, ചില വ്യത്യസ്തതകൾ, ചിന്തകളിൽ, കാഴ്ചപ്പാടുകളിൽ, വീക്ഷണങ്ങളിൽ, പ്രസംഗത്തിൽ, പാട്ടിൽ, ആരാധനയിൽ ഇരട്ടിപ്പങ്കിന്റെ മഹനീയത അതൊന്നും സാധിച്ചെടുക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. കാരണം ആഹാവിനെ വിറപ്പിക്കുന്ന, ആകാശത്തിന്റെ കിളിവാതിലടയ്ക്കുന്ന, ഇസബേലിനെ ഭയപ്പെടുത്തുന്ന അങ്ങ് ചില ഘട്ടങ്ങളിൽ പതറി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അത് യഹോവേ അടിയനെ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞ് വിഷാദിക്കുന്ന നിന്റെ നൊമ്പരം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശത്രു തന്ത്രം മാറ്റുമ്പോൾ എനിക്ക് ഇരട്ടി പങ്കുണ്ടെങ്കിലേ പ്രതിരോധം സൃഷ്ടിക്കാൻ പറ്റൂ, ഇരട്ടി ബലമുണ്ടെങ്കിലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ആ ഇരട്ടി ബലം നഷ്ടപ്പെടുന്നതോടൊക്കെ എൻ്റെ പ്രസംഗം ആവർത്തനമാണ്. ഞാനും നിങ്ങളും ശുഷ്കമായ ശുശ്രൂഷയുടെ വഴിയിലൂടെ ഇങ്ങനെ ഒരുവിധം യാന്ത്രികമായി പോവുക. നമുക്ക് ഇരട്ടി പ്രാപിക്കണം. ക്ഷമിക്കണം, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു സെന്ററിന്റെ പരാജയം പാസ്റ്റർമാർ സഭായോഗ തൊഴിലാളികളാകുന്നതാണ്. സഭായ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ആൾ ചർച്ചിൽ പോകും, ആക്ടിവിറ്റി എല്ലാം ചെയ്യും, ഒരൊറ്റ മനുഷ്യനോട് സുവിശേഷം പറയില്ല. എന്നിട്ട് എന്നെ 3 കുടുംബമുള്ളിടത്തോട്ട് വിട്ടു. ഈ 3 കുടുംബമുള്ളിടത്തോട്ട് വിട്ടു എന്നൊരു പാസ് പറയുമ്പോൾ എൻ്റെ പരിഹാരം ഞാൻ വെട്ടവള പാസോടും സജിത് പാസോടും പറയാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നിടത്ത് പോയി ട്രാക്റ്റും ഒക്കെ കൊടുത്ത് ഒരു 10-30 കുടുംബമാക്കി കൊടുക്കണമെന്നാണ് ആ കരച്ചിലിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇല്ല. അല്ലെ കുമ്മനാട് നമ്മുടെ പ്രസ്ബിറ്ററി അംഗങ്ങളെല്ലാം കൂടെ അവിടെ ഇറങ്ങി ഇദ്ദേഹത്തിന് വേണ്ടി ഒരു 10-30 കുടുംബത്തെ കൊടുത്താൽ പുള്ളി 90 സങ്കീർത്തനം പാടും വരെ അവിടെ ഇരുന്നോളാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് ഈ സഭായോഗത്തൊഴിലാണ്, മിനിസ്റ്റർ ചെയ്യില്ല. അല്ലേ? ചിലത് 30 വർഷം 20 വർഷം 10 വർഷമായി എന്നൊക്കെ പറയും. എത്ര പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു, എത്ര പേരെ സ്നാനപ്പെടുത്തി? ഒരു തിരിച്ചറിവിനായി ചോദിക്കുന്ന കേട്ടോ, പരിഹസിക്കുന്നല്ല. നമുക്ക് സ്വയം പരിശോധിക്കണം. ആരോ രൂപപ്പെടുത്തിയ ഒരു സഭയിൽ പോയി 10-15 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നട്ടുണ്ടാക്കാത്ത ആവണക്കിനെ ചൊല്ലി കരയുന്ന യോനയെപ്പോലിരിക്കുകയാണ്. നമുക്ക് പ്രവർത്തിക്കണം. അതിന് പറഞ്ഞ ഇരട്ടി പങ്കൊന്ന് പ്രാപിച്ച്, ഇരട്ടി പങ്ക് പ്രാപിച്ച് 2 ആളും അക്കരെ കടന്നു. അക്കരെ ചെല്ലുമ്പോഴേ നിങ്ങൾ സൂക്ഷ്മമായി ഒരു നോട്ടം നോക്കിയ പരിസരത്ത് എവിടെ 2 ആൾ എത്തിയെന്നറിയണ്ടേ? എവിടെയാണോ മോശ മരിച്ചടക്കപ്പെട്ടത് ആ സ്ഥലത്ത് ഗുരുവും ശിഷ്യനും ദണ്ഡിപ്പ് എത്തി. ഞാൻ ആ ജോഗ്രഫി നോക്കുന്നു ഞാൻ പറഞ്ഞു. പണ്ട് മോശ മരിച്ചടക്കപ്പെട്ട ആ സ്ഥലം പ്രോപ്പറല്ല, ആ ഏരിയ. നമ്മളൊരു കാഴ്ച കണ്ടു. ദൈവം ഏലിയാവെ ചുഴലിക്കാറ്റിലെടുത്തുകൊണ്ടു. ചുഴലിക്കാറ്റ്. പക്ഷെ ഏലീശ ഒരു കാഴ്ച കണ്ടു. അഗ്നിമയമായ രഥവും കുതിരകളും. എന്തിനു വന്നു? ഏലിയാവ് പോയതൊരു ചുഴലിക്കാറ്റില. പക്ഷേ ദൈവപുരുഷനായ ഏലീശ കാണുന്നത് അഗ്നിമയമായ രഥവും കുതിരകളും. എന്തിന്? വീട്ടിൽ ചെന്ന് സ്വയം പൂരിപ്പിച്ചാൽ മതി. മരുവമലയിൽ നിങ്ങൾക്ക് 2 പേരെ കാണാം. യേശുവോടൊത്ത് ഏലിയാവിനെ, ഒപ്പം മോശെ. നമുക്ക് മോശയോട് ചോദിക്കാം, അങ്ങെപ്പോഴാ? ഏലിയാവ് എപ്പോൾ ഇവിടെ വന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങെപ്പോൾ ഇവിടെ എത്തി? അതൊരു മർമ്മമാണ്, കണ്ടുപിടിച്ചോളാം. മനസ്സിലായ ദൈവങ്ങൾക്ക് പൂരിപ്പിച്ചെടുത്താൽ മതി. എന്താണ് മോശെ താങ്കൾ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുന്നത്? അദ്ദേഹം പറയും, ഈജിപ്തിലെ വില്ലേജിലെ രേഖകളിൽ ഞാനേ ഫറവോന്റെ പുത്രിയുടെ മകനായിരുന്നു. മരിച്ചടക്കപ്പെട്ടാൽ മമ്മീഫൈ ചെയ്ത് ഈ ബോഡി അവിടെ ഒരു ശവകുടീരത്തിൽ വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്തുവിന്റെ നിന്ന ധനമൻ എണ്ണിയപ്പോൾ 1000 സൂര്യചന്ദ്രന്മാരെ വെല്ലുന്ന പ്രഭാവവാനായ ക്രിസ്തു മരുരൂപമലയിൽ നിൽക്കുമ്പോൾ അവനോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തിരിച്ചതിന്റെ മൂല്യം എത്ര.
ക്രിസ്തു നിമിത്തം ചിലതൊക്കെ ത്യജിച്ചവർക്ക് വേണ്ടി അവൻ കരുതി വെച്ചിട്ടുണ്ട്. വാഗ്ദത്തത്തിന്റെ ഒരു ദിവസം, തേജസ്കരണത്തിന്റെ ഒരു ദിവസം, മനോഹാരിതയുടെ ഒരു ദിവസം. ആ ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തി. നമുക്ക് ഈ തേജസ് നൽകാൻ ദൈവപുത്രൻ നമ്മിലൊരുവനെ പോലെ ആയ പ്രക്രിയയാണ് സുവിശേഷം. ഒരു കാര്യം കൂടെ പറഞ്ഞു, 2-3 മിനിറ്റ് ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മൾ സ്നാപക യോഹന്നാനെ കാണുന്നുണ്ട്. നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൻ്റെ മെനു കറക്റ്റ് ഇതിനകത്തുണ്ട്. എന്താ? വെട്ടുക്കിളിയും കാട്ടുകിളിയും. ഈ വെട്ടുക്കിളി കിഴങ്ങാണെന്നും പരിഭാഷ തെറ്റിപ്പോയതാണെന്നും, അതല്ല പിന്നെ എന്താ വെട്ടുക്കിളി തന്നെയാണെന്നുമുള്ള വലിയൊരു ചർച്ച നടക്കുന്നു. എന്നോടൊരാൾ ചോദിച്ചു, ഇതിലെന്താ പാസ്റ്റർ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്തോന്ന് പറയാം, ആ മനുഷ്യൻ എന്തോ തിന്നു, അതാണ് എൻ്റെ അഭിപ്രായം. പുള്ളി എന്തോ കഴിച്ചിട്ടുണ്ട്. വെട്ടുകിളിയാണോ കിഴങ്ങാണോ ഏതാണ്ട് ആ മനുഷ്യൻ കഴിച്ചു. എൻ്റെ രസം അതല്ല. സ്നാപകനെ ഈ ഷേനായി പാസ് പറയുന്ന പോലൊന്നും മാന്യമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നില്ല. പ്രസംഗം തുടങ്ങിയപ്പോഴേ എന്തോ പറയുന്നറിയില്ല. സർപ്പസന്തതികളെ ഓപ്പണിംഗ് വേർഡ്സാണ്. പിന്നെ അതിൽ മീറ്റിങ്ങിന് വിളിക്കുമോ? സർപ്പസന്തതികളെ അങ്ങനെ തുടങ്ങാം. എനിക്ക് ഇങ്ങനെയൊക്കെ വിളിക്കണമെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പറ്റാത്തൊരു കാര്യം, ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ബഹുമാനപ്പെട്ട PG വരീസ് അങ്കിൾ തന്ന, തുറന്ന് പറയാൻ മടിയൊന്നുമില്ല. അതേപോലെ ഒരു ഷർട്ട് പീസ് ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ ഈ ടൈപ്പൊക്കെ ഇടുന്നതെന്ന് കൊണ്ടു തന്നു. അങ്ങനെ എന്നെ ആകത്തുകയിലൊന്ന് പരിശോധിച്ചാൽ ഈ വാച്ച്, ഈ ഉടുപ്പ്, ഈ ബൈബിള്, ഈ ശരീരം തന്നെയും സ്പോൺസറാണ്. ഞാനിന്ന് സർപ്പസന്തതി എന്ന് വിളിച്ചാൽ ഇവിടെ ഏക്കാനാണ്. സ്നാപകൻ വിളിക്കും. ആ ചങ്കുറപ്പിൻ്റെ കാരണം വെട്ടുക്കിളിയും കാട്ടുതീനും ഭക്ഷിച്ചു. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ധൈര്യം കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇനി ചില ആൾ അങ്ങനെ നിന്നിട്ടും ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഏകാത്തിൻ്റെ കാരണം എന്താ? അതാ ഞാൻ ആ മർമ്മം വെളിപ്പെടുത്തിയേ. വിഷമിക്കണ്ട കേട്ടോ, ആരും വിഷമിക്കണ്ട. ഞാൻ പരിഹാരം ഉണ്ടാക്കിയിട്ട് പോകുന്നു. ശ്രദ്ധിച്ചിട്ടെ. വെട്ടുക്കിളിയും കാട്ടുതനും കൊണ്ട് ഉപജീവനം കഴിച്ച് അരയിൽ തോലവാറ് ഒട്ടകരോമങ്ങളും ഉടുപ്പും ധരിച്ച തേജോരൂപിയായ യോഹന്നാനെ എല്ലാവരും ബഹുമാനിച്ചു. വിശുദ്ധനായി കണ്ടു. വിശുദ്ധനായില്ലോ. പക്ഷെ ആളുകൾ നോക്കി നിൽക്കേ, മറ്റൊരുവൻ മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, ചീത്ത പറയുന്ന, ചുങ്കം ഭരിക്കുന്ന, കത്തിക്കുത്ത് നടത്തുന്ന, ഗുണ്ടാപ്പിരിവ് നടത്തുന്ന സാധാരണ മനുഷ്യരുടെ തോളിൽ കൈയിട്ട് അവരോട് കൂട്ടും കൂടി അവരുടെ കൂടെ സംസാരിച്ച് ജനത്തിരക്കിനിടയിൽ ദാ ഒരാൾ വരുന്ന കണ്ട് നടുങ്ങിക്കൊണ്ട് ഈ മനുഷ്യൻ പറയാ, എൻ്റെ പിന്നാലെ പാപികളോടൊപ്പം ജീവിച്ച് പാപികളുടെ ഭക്ഷണം കഴിച്ച് പാപികൾക്കിടയിൽ വസിച്ച് ഒരുവൻ വരുന്നു, കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇതെങ്ങനെ പറ്റി? സക്കായുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് മഗ്ദലന മറിയത്തെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആ പാപിയായ മത്തായിയെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഒരുവരിഞ്ഞിട്ട് വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അല്ലയോ പഴയ നിയമത്തിന്റെ വീക്ഷകരായ യോഹന്നാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടെത്തിയ വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾക്കപ്പുറത്തെ വിശുദ്ധിയുടെ പുത്തൻ കാഴ്ചപ്പാടോടെ ഒരുവരിതാ വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തിരിക്കുന്നു. ഒരു കാര്യം അറിയണം, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ക്രിസ്തീയ ജീവിതം. ജീവിതത്തിലേക്ക് ഇരമ്പിക്കയറി പാപിയെ പരിശുദ്ധ
സൗഖ്യവാനാക്കുന്ന ദിവ്യൌഷധത്തിന്റെ പേരാ സുവിശേഷം. ഇന്ന് രാത്രി ആ സുവിശേഷമാണ് കർത്താവായ യേശുക്രിസ്തുവെങ്കിൽ ഒരു കൊടും പാപിയെയും അവിടുന്ന് കൈവിടുന്നില്ല, സകലരെയും തന്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ഒരു 3-4-5 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ചർച്ചയാണ്. സ്ത്രീകൾ വിലക്കപ്പെട്ട ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാവോ വേണ്ടയോ? സർക്കാർ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഞാനും ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ. എൻ്റെ കൂടെ ഒരു മുല്ലായുണ്ട്, ഒരു സ്വാമിജിയുണ്ട്. ഈ സ്വാമിജി എന്നോട് ചോദിച്ചു, ഫാദർ, നിങ്ങളിതൊക്കെ അനുവദിച്ചു കൊടുത്താൽ നാളെ നിങ്ങളുടെ സ്ത്രീകൾ പറയും കുർബാന നടത്തണം, നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊന്നും നടുങ്ങിയെങ്കിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞത്, അധ്യക്ഷൻ എന്തൊക്കെയോ സംസാരിക്കണം, നമുക്കത് ശ്രദ്ധിക്കാവുള്ളൂ. ഈ ഡിബേറ്റിൽ ഇരുന്ന് ശീലം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് ദൈവം രക്ഷിക്കുമെന്നറിയാം. അല്ല, ഇത് പറഞ്ഞേ അപ്പടിക്ക് ഉത്തരം കിട്ടി. ഞാൻ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല. എൻ്റെ കാരണം ഒത്തിരി നിർബന്ധിച്ച് കാല് പിടിക്കുമ്പോഴാണ് ഇവരിതൊന്ന് കഴിക്കുന്നത്. പിന്നെ അവർ നടത്തുമെന്ന് ചോദിച്ചു. അവിടെ ഉത്തരം വന്നു, പിന്നെ തീർന്നു. എനിക്ക് സമയം തന്നു. ഞാൻ ഈ അന്യമത വിദ്വേഷമൊന്നുമല്ല, അന്യമതസ്ഥരെ വിമർശിക്കുകയില്ല. അന്യമതസ്ഥരെ വിമർശിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു സംശയം അങ്ങനെയാണോ? കാരണം ഇന്ത്യയുടെ പോളിസിയാണ് നമ്മൾ ആദ്യം കയറി എങ്ങും ബോംബിടുകയല്ല, പിന്നെ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ അയൺ ഡോം കൊണ്ട് അങ്ങോട്ടൊരടി, അത്രേ ഉള്ളൂ. അത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അയൺ ഡോം പ്രയോഗിക്കും, പ്രതിരോധം, അത്രേ. അപ്പം ഞാൻ ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ നമ്മൾ സഹോദരിമാരെ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നു എന്ന് സംബന്ധിച്ച് ഒരു പ്രസംഗം പറഞ്ഞ് നിർത്താൻ തുടങ്ങി. ഈ അധ്യക്ഷൻ പറയുക, ഇതുവരെ നിങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കാവോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല. ഇത് നവോത്ഥാന സദസ്സ അഭിപ്രായം പറയണം. കണ്ടോ, സമനിലയെ ഗോളടിക്കാൻ വേണ്ടി ഞാൻ ചെന്ന അങ്ങനെ പറയാം, 4 മിനിറ്റ് കൂടെ വേണം. പുള്ളി പറഞ്ഞ് സമ്മതിച്ചു, സമയമെടുത്തു. ഞാൻ ഇന്നും അതിവിടെ തുറന്നെന്ന് പറയാം. സൗകര്യമാരെ അവിടെ പറഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ പാരമ്പര്യങ്ങളിലോ ആചാരങ്ങളിലോ സ്ത്രീകൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് വിലക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ രേഖയുണ്ടെങ്കിൽ, നിങ്ങളാരും അവിടേക്ക് പോകരുത്. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരും, നമ്മുടെ കൂടെ പോരുന്നേ. ഓരോരുത്തരും വിലക്കുകയില്ല, ആരും വിലക്കിലിഞ്ഞ് പോരാൻ പറഞ്ഞു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങളിഞ്ഞ് പോരും, ഇങ്ങോട്ട് പോരാൻ. എൻ്റെ കാരണം പറയാം. പരിപക്വമായ ഒരു സ്ത്രീ ശരീരത്തിന് പ്രകൃതി നിർണയിച്ച ഒരു രേഖാചിത്രത്തിൻ്റെ പേരാണ് ആർത്തവം. അശുദ്ധമൊന്നും അല്ലത്. എല്ലാ വിസർജ്യ വസ്തുവിൻ്റെയും അശുദ്ധിക്കപ്പുറത്ത് അതിന് മാത്രമൊരു അശുദ്ധിയൊന്നുമില്ല. നിങ്ങളുടെ മാതാവിന്, എൻ്റെ മാതാവിന്, നിങ്ങളുടെ സഹോദരിക്ക്, അമ്മയ്ക്ക്, മകൾക്ക് പ്രകൃതി വരച്ച ഒരു പക്വതയുടെ ചിത്രം. ഞാനൊക്കെ പേടിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ചെയ്യുന്നത്? അപ്പോഴേ അല്ല, ഇതൊക്കെ അശുദ്ധിയാണെന്ന് വിചാരിക്കാം. ഈ അശുദ്ധി വ്യാപിച്ചാൽ അത് യേശുവിനും പ്രയാസമാണെന്നങ്ങ് ധരിച്ചു. അങ്ങനെയെങ്കിൽ ആ രംഗം തന്നെ എനിക്കൊന്ന് ഞാൻ പറയാം. നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ കർത്താവിനെ ആരെങ്കിലും തൊട്ടുപോയാൽ അശുദ്ധി വ്യാപരിക്കും, കുഴപ്പമാവെന്ന് കരുതി ശിഷ്യന്മാരെല്ലാം ഒരു ചങ്ങല പോലെ കൈ പിടിച്ച് ഇതിലെ എല്ലാവരും കൂടെ മാറിക്കേ, ആ കർത്താവ് വരുന്നുണ്ട്, നിങ്ങളാരും കയറി തൊട്ട് കഴിഞ്ഞാൽ വിശുദ്ധി പോക്കാം, ഒന്ന് മാറും ഇങ്ങനെ മാറ്റി മാറ്റി കർത്താവ് ഇങ്ങനെ ഞെരിഞ്ഞി നമ്മുടെ ദേഹത്ത് മുട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് വരിക. ഒന്ന് മാറാൻ കൊച്ചു പിള്ളേരൊക്കെ ചെവിയെ പിടിച്ച് ശിഷ്യന്മാർ ഓടിക്കുക, മാറ്. ഒരു സ്ത്രീ ഇങ്ങനെ തൊട്ടു. ഇതെന്നാ വരുമെന്ന് അറിയണമല്ലോ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാനൊരു വീട് വെച്ചപ്പോൾ നമ്മുടെ സ്നേഹമുള്ളൊരു അച്ഛൻ, അയൽക്കാരൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു കോലം ഇതിൻ്റെ ഈ ചട്ടിയിലൊക്കെ വരയ്ക്കുമല്ലോ, കണ്ണും തലയും പാൻറ്റും ഒക്കെ ഇട്ട്, ഇതിലൊരെണ്ണം വെക്കുന്ന നല്ലതാണ്. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അച്ഛനും ഇവിടെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊക്കെ ഒരു വീട് പോലല്ലോ, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് യേശു ഇങ്ങനെ വരിക, തുടരുത്, മാറ് എല്ലാവരെയും മാറ്റി. അപ്പോഴേ ഈ സ്ത്രീയെ തൊട്ടു. ഉള്ള ധീരതയുള്ള സ്ത്രീകളുണ്ട്, അങ്ങോട്ട് തൊടുകയും
യേശുവിൻ്റെ വിശുദ്ധി ഫ്യൂസ് അടിച്ചു പോകുന്നത് പോയി. കത്തിക്കരിഞ്ഞൊരു കോലം. കർത്താവ് പറഞ്ഞു, പത്രോസേ, അന്ത്രോസേ, യാക്കോബ് എപ്പോഴാ ഒരു വിധത്തിൽ ഞാൻ സ്വർഗത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന സാധനം എന്ത് കഷ്ടപ്പെട്ട മോനെ അത് ഇതുവരെ കൊണ്ടുവന്ന്. ഈ വരുന്ന വഴിയാത്രയിൽ ഒരു സ്ത്രീ കയറി ഒന്ന് തൊട്ടു, അത് പോയി. എടാ, അങ്ങനെ പോകുന്ന സാധനമാണത്, പോട്ടെന്നേ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞ പല സങ്കല്പങ്ങളുണ്ട്. എന്നെ കാണാൻ അറപ്പുള്ള ഇത്തരം സങ്കല്പങ്ങളോട് ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ തനിക്ക് വിഷമാണ്, തന്നെ കാണാൻ എനിക്ക് മുൻകാല പ്രാബല്യത്തോടെ വിഷമാണ്. അന്ന് ടാറ്റ പറഞ്ഞു പോകുന്ന സന്തോഷമുണ്ടോ ദൈവമക്കൾക്ക്? ഹല്ലേലൂയ. പിന്നെ അതൊക്കെ തുറന്നു പറയേണ്ട ഒരു കാലമാണെന്നേ. അപ്പോഴേ ഞാനന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താം. ഏത് ആർത്തവമുള്ള സ്ത്രീക്കും ധൈര്യത്തോടെ തൊടാൻ പറ്റിയവനാണ് യേശു. ഏത് കുഷ്ഠരോഗിക്കും തൊടാം യേശുവിനെ. ഏത് ചീഞ്ഞഴുകിയ വ്രണം ശരീരത്തിലുള്ളവനും ധൈര്യത്തോടെ തൊടാൻ പറ്റിയ അജയ്യനായ വ്യക്തിത്വത്തിന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ ആ പരിശുദ്ധിയുടെ വിശുദ്ധിയുടെ തീവ്രഭാവം പേറുന്ന യോഹന്നാൻ എന്ന പഴയ നിയമത്തിന്റെ പ്രവാചകൻ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുക, ഞാനേ ഒട്ടകരോമം കൊണ്ടുള്ള അടുപ്പും അറയിൽ തോൽവാരും ധരിച്ചിട്ടും വെട്ടുക്കിളിയും കാട്ടുതേരും കൊണ്ട് ഉപജീവനം കഴിച്ചിട്ടും ഈ ലോകത്തോട് ഇടപഴകാതെ ആ പരിശുദ്ധിയുടെ വേർപാടിന്റെ ജീവിതം നയിച്ചിട്ടും എനിക്ക് സാധിക്കാത്തതേ പാപികൾക്കൊപ്പം നടന്ന് ആ ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ജീവിച്ച് അവരുടെ വസ്ത്രം ധരിച്ച് അത് സാധിച്ചെടുത്ത ഒരു യുഗപുരുഷൻ ഇവിടെയുണ്ട്. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ മാത്രയിൽ ആ ശബ്ദം കേട്ട് ആദ്യം ഒരുത്തൻ എടുത്തു ചാടി. അവന്റെ പേരാ അന്ത്രയോസ്. അന്ത്രയോസ് രക്ഷാനുഭവം പ്രാപിച്ച ഘട്ടത്തിൽ ഒരു ചോദ്യം, ഗുരു നീ എവിടെ പാർക്കുന്നു? കർത്താവ് പറഞ്ഞു, വന്ന് കാണി. അന്നു മുതൽ നമ്മുടെ ആകാംക്ഷ അവൻ ശാശ്വതമായി പാർക്കുന്നൊരിടമുണ്ട്. ആ വാസഗേഹത്തിലേക്ക് പോകാനുള്ള ശിഷ്യത്വം കരഗതമാക്കാത്ത ഒരാളെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിയേ പോകാവൂ. ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ ശാശ്വത വാസഗേഹത്തിലേക്ക് നമുക്കൊരു യാത്ര, ഈ മനോഹര ജീവിതം കരഗതമാക്കാൻ നമുക്ക് സംയുക്തം സമർപ്പിച്ച് വിധേയരാക്കാം. കർത്താവിന്റെ രാത്രി ഈ വചനങ്ങൾ കൊണ്ട് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനുഭവമായ ആ ജീവിതം ലക്ഷ്യമിട്ട് ജയത്തിൻ ജീവിതം കരഗതമാക്കി മുമ്പോട്ട് പോകാനുള്ള ആത്മസമർപ്പണത്തോടെ ജയത്തോടെ മുമ്പോട്ട് പോകാൻ അവിടെ നമ്മെ ഉത്തേജിപ്പിക്കട്ടെ. എനിക്ക് സമയം അനുവദിച്ച ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വീണ്ടും നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശം സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠങ്ങളിൽ നമ്മുടെ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രികാലം തന്റെ വൃത്തിലൂടെ കേൾപ്പിക്കുവാനിടയായി. ഈ ഭൂമിയിൽ അനേക ചരിത്ര പുരുഷന്മാർ ഇറങ്ങി വന്ന ഗുരുക്കന്മാരായി ജീവിച്ച ഈ മണ്ണുകൊണ്ട് അവിടെ ചരിത്രങ്ങൾ, അവിടെ ഗുരുത്വം അവസാനിപ്പിച്ചപ്പോൾ ചരിത്രാതിൽ നിന്നും ഇറങ്ങി വന്ന ചരിത്രത്തെ എടിയെന്നും ബിസിയെന്നും വിഭജിച്ചുകൊണ്ട് കാലിൽ തൊഴുത്തിൽ പിറന്നവനായ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തി മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട ചരിത്രത്തിൽ നിന്നും ചരിത്രാദിയിലേക്ക് കടന്നുപോയവനായ ചരിത്ര പുരുഷനായിരിക്കുന്ന കർത്താവ് വീണ്ടും മടങ്ങി വരുവാൻ പോകുകയാണ്. അവനെതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുന്നതായിരിക്കുന്ന സകല വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. തന്റെ അഭിഷേകത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കേൾപ്പിപ്പാനിടയായി. ഈ നല്ല ഗുരുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തതാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവേ, അങ്ങ് വീണ്ടും വരുവാൻ പോകുകയാണല്ലോ. അങ്ങ് എൻ്റെ രക്ഷകനായി, എൻ്റെ വീണ്ടെടുപ്പുകാരനായി, എൻ്റെ ഗുരുവായി, എൻ്റെ ദൈവമായി ഞാൻ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ
പ്രിയപിതാവ് ചാക്കോസ് സാർ മുൻപോട്ട് കടന്നു വന്ന് കേട്ടതായ തിരുവത്തിന്റെ മുൻപാകെ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുകയും നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും.